ഇതുപോലെ നിന്റെ മേലുള്ള വാഗ്ദത്തം വലുതാണ്. आपका वायदा बड़ा है. നീ എവിടെയായിരിക്കുന്നു, ഏത് കുടുംബത്തിലായിരിക്കുന്നു, ഏത് അപ്പന്റെ അമ്മയുടെ മകനാണോ മകളാണോ എന്നല്ല ഇവിടുത്തെ വിഷയം. यहाँ पर परवाह नहीं कि आप कहाँ हो, कैसे हो, किस परिवार में हो, किस माता पिता के हो. ഏത് ഗ്രാമത്തിൽ ജനിച്ചെന്നല്ല, ഏത് സ്കൂളിൽ പഠിച്ചെന്നല്ല, ഏത് ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല ഇവിടെ വിഷയം. किस गांव में जन्मे हो, किस विद्यालय में पढ़े हो, किस बाइबल स्कूल में गए हो, परवाह नहीं. നിന്റെ മേലുള്ള വാഗ്ദത്തം, നിന്റെ മേലുള്ള വിളിയ നീ വലുതായി കാണണം. आपका वायदा, आपका बुलाहट आपको बड़ा करता है. മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? कितने लोग समझ रहे हैं? മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? कितने लोग समझ रहे हैं? ഇന്ന് വന്നത് വെറുതെ അല്ല കേട്ടോ. आज आप यूं ही नहीं आए. ഇന്നത്തെ മെസ്സേജ് വെറുതെ അല്ല കേട്ടോ. आज ये वचन यूं ही नहीं निकल रहा. തലമുറയുടെ ചരിത്രം മാറ്റുന്ന ദിവസമാണ്. आपकी पीढ़ियों का इतिहास बदलने वाला. ചിലരുടെ അതിരുകൾ വിസ്താരപ്പെടുകയാണ്. आपकी सीमाओं के बढ़ने का समय. ചില ബൗണ്ടറീസ് പൊട്ടുകയാണ്. आपकी सीमाएं टूट रही हैं. ബന്ധനങ്ങൾ പൊട്ടുകയാണ്. आपके बंधन टूट रहे. से अच्छा ഈ निकलेगा. കുടുംബത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? क्या इस परिवार से अच्छा निकलेगा? ഇന്ന് പകൽക്കാലം പറയാനുള്ളത്, आज सुबह ये कहना चाहता हूँ, നീ ഒരു നന്മയായി പുറത്തു വരാൻ പോകുകയാണ്. आप खुद भलाई बनकर निकलेंगे. ആരൊക്കെ എന്തു പറഞ്ഞോട്ടെ, लोग कुछ कहे या न कहे. ഹല്ലേലൂയ. हालेलुया. യേശുവിനെ കുറിച്ച് പറഞ്ഞു. यीशु के बारे में कहा. ഹല്ലേലൂയ. हालेलुया. എന്താ പറഞ്ഞേ? क्या कहा? യേശു ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്ഥലമല്ല. यीशु जहाँ पर जन्मे वो जगह इतनी अच्छी नहीं थी. നസ്രത്തിനെ കുറിച്ച് വല്ലതും നല്ലത് പറയാനില്ല. नासरत के बारे में कुछ भी अच्छा कहने को അവന്റെ नहीं. അപ്പനെ കുറിച്ച് പറയാൻ വലിയ ഇതൊന്നുമില്ല. पिता के बारे में कहने को कुछ अच्छा नहीं है. കുടുംബപരമായിട്ട് പാരമ്പര്യം പറയാനില്ല. परिवार रिवाज के बारे में कुछ कहने को नहीं. പക്ഷേ ആ കുടുംബത്തിൽ ദൈവം ജനിച്ചെങ്കിൽ, लेकिन यदि उस परिवार में परमेश्वर जन्म ले सकता है, ഇന്ന് പകൽക്കാലം നിന്നിൽ കൂടെ, आज सुबह तुम्हारे द्वारा, നിന്നിൽ കൂടെ, आपके द्वारा, നിന്നിൽ കൂടെ आपके द्वारा ഈ ദേശത്തെ പിടിച്ചടക്കാൻ പോവുകയാണ്. आप अपने देश को कब्जे में ले लोगे. हालेलुया. ഇത് പകൽക്കാലം മനസ്സിലാക്കടാ. आज सुबह समझिएगा, നിന്റെ മേലുള്ള അഭിഷേകം, आपके ऊपर जो अभिषेक है, നിന്റെ മേലുള്ള അഭിഷേകം, आपके ऊपर जो अभिषेक है, നിന്റെ മേലുള്ള അഭിഷേകം, आपके ऊपर जो अभिषेक है, നിന്റെ മേലുള്ള അഭിഷേകം आपके ऊपर का अभिषेक ഓ ദേശത്തിൽ നിന്നെ വെളിപ്പെടുത്തുമോ? और इस देश में प्रकट होगा. ഓ ദേശത്തിൽ വെളിപ്പെടാൻ और इस പോവുകയാണ്. देश में प्रकट होगा. ദേശത്തിൽ വെളിപ്പെടുത്താൻ और പോവുകയാണ്. इस देश में प्रकट होगा. നിന്റെ കുടുംബത്തിൽ പറഞ്ഞ കഥകൾ മാറാൻ പോവുകയാണ്. आपके परिवार में प्रकट हो वो आगे നിന്നെ काम കുറിച്ച് करेगा. പറഞ്ഞതിനെ തിരുത്തി എഴുതാൻ പോവുകയാണ്. आपके परिवार में जो लिखा है उसको बदल देगा. നിന്റെ ദേശം നിന്നിൽ കൂടെ അറിയപ്പെടാൻ പോവുകയാണ്. आपका देश आपके नाम से प्रसिद्ध होगा. നിന്റെ കുടുംബം നിന്നിൽ കൂടെ അറിയപ്പെടാൻ പോവുകയാണ്. तेरा परिवार तेरे नाम से प्रसिद्ध होगा. ഓ റബന ഹത്തുന മന ഗദന റംതുന. ഹല്ലേലൂയ. हालेलुया. ഇത് പകൽക്കാലം മനസ്സിലാണ്. നീ എവിടെ ജനിച്ചാലും, और आप चाहे कहां पर भी क्यों न चले जाओ, ഏത് കുടുംബത്തിൽ ജനിച്ചാലും, किसी भी परिवार में क्यों ना हो, ഇന്ന് പകൽക്കാലം നീ മനസ്സിലാക്കേണ്ടത് നിന്റെ മേലുള്ള വാഗ്ദത്തം വലുതാണ്. एक बात समझिए, वायदा तुम्हारा बड़ा है. നിന്റെ മേലുള്ള വാഗ്ദത്തം വലുതാണ്. तुम्हारा वायदा बड़ा है. ആർക്കും പിടിച്ചളക്കാൻ കഴിയാത്തത്, कोई उसको वश में नहीं कर सकता. ആർക്കും തടയാൻ കഴിയാത്തത്, कोई उसको रोक नहीं सकता. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? आज सुबह कितने लोग समझ सकते हैं? നീ ജനിച്ച കുടുംബമല്ല വലുത്, आपका जन्म परिवार बड़ा നീ है. ജനിച്ച സ്ഥലമല്ല വലുത്, आपकी जगह बड़ी है. നിന്നെ വിളിച്ചവനാ. आपको बुलाने वाला. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൂതറ്റെടുത്താട്ടെ. कितने लोग विश्वास करते हैं? ताली बजाकर उसका धन्यवाद करें. നീ പഠിച്ച ബൈബിൾ കോളേജല്ല നിന്നെ വലുതാക്കുന്നത്. बाइबल कॉलेज आपको बड़ा नहीं करता. നീ ആയിരിക്കുന്ന സഭയല്ല നിന്നെ വലുതാക്കുന്നത്. कलीसिया बड़ा नहीं करती. പകൽക്കാലം നിന്റെ മേലുള്ള വാഗ്ദത്തം, आपके ऊपर का वायदा, നിന്റെ മേലുള്ള ദൂതൻ, आपके ऊपर का वचन. മനസ്സിലാക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ यदि आप समझ रहे हैं तो ताली बजाकर उस वचन को स्वीकार करें. അഭിഷേകത്തിന്റെ ഒരു ചലനം आपके मुंह में अभिषेक का कार्य ശരീരത്തിൽ വ്യാപരിക്കുകയാണ്. आपके शरीर में होने पाए, കുടുംബത്തിൽ വ്യാപരിക്കുകയാണ്. आपके परिवार में होने पाए.
ബാബാ ശാഥോനാമാനാഗതന. ഇത് വാൽക്കല നിന്റെ മേലുള്ള വാഗ്ദത്തം ചെറുതല്ല. आपके ऊपर का वायदा छोटा नहीं है. ഹല്ലേലൂയ. हालेलुया. കാരണം നീ ആരെന്ന് വാൽക്കല നീ മനസ്സിലാക്കിയാൽ आप ये समझ लो कि आप हैं कौन. ഇന്ന് നീ പറയുന്ന പ്രശ്നം നീ വായിൽ പറയത്തില്ല. आज जो समस्या कहते हो मुंह से कहोगे नहीं. സങ്കടം നീ പറയത്തില്ല. अपने दुखों को बताओगे नहीं. ദുഃഖത്തെ കുറിച്ച് പറയത്തില്ല. अपने दुख की चर्चा नहीं നിന്റെ करोगे. രോഗത്തിനെ കുറിച്ച് നീ പറയത്തില്ല. बीमारी की चर्चा नहीं करोगे. കടഭാരത്തെ കുറിച്ച് പറയത്തില്ല. कर्ज की चर्चा नहीं करोगे. വാൽക്കല മനസ്സിലാക്കുന്നവർ കരങ്ങളെ തട്ടി. कितने लोग समझ रहे हैं? ताली बजाकर. ഊരവന ശൈരവന ഹത്തുനവന ഗതന. ഇത് വാൽക്കല മനസ്സിലാക്കേണ്ടതാ. आज सुबह ये समझना है. ഇന്ന് വാൽക്കല നീ പറയല നിന്റെ ആ കുടുംബത്തെ കുറിച്ച് നീ പറയരുത്. अब अपने परिवार के बारे में वो मत कहना. ഓ നിന്റെ സ്ഥലത്തെ കുറിച്ച് പറയരുത്. अपनी जगह के बारे में वो मत कहना. ഇന്ന് വാൽക്കല നിനക്കൊരു പുതിയൊരു അഡ്രസ് ആണ്. क्योंकि तेरा पता नया हो गया നീ है. ക്രിസ്തുവിനുള്ളവനെങ്കിൽ, तू यदि मसीह में നീ है, ക്രിസ്തുവിനുള്ളവനെങ്കിൽ, यदि तू मसीह में നീ है, അബ്രഹാമിന്റെ സന്തതിയാണ്. तू अब्राहम की संतान है. മനസ്സിലാക്കുന്നവർ കരങ്ങളെ തട്ടി. यदि समझ रहे हैं तो ताली ഓ बजाकर. ധന റാം ധുനമന ഗതന. അബ്രഹാമിന്റെ സന്തതി. अब्राहम की संतान. നീ അബ്രഹാമിന്റെ സന്തതി. तुम अब्राहम की संतान हो. അബ്രഹാമിന്റെ സന്തതി. अब्राहम के वंश हो. ഓ ബാബാ ശാതാന റാതോന. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നിന്നെ ഒതുക്കാൻ പറ്റുമോ? तुझको कोई वश में नहीं कर നിന്നെ सकता. ഒതുക്കാൻ പറ്റുമോ? तुमको कोई कब्जे में ഓ नहीं कर ശത്രുവിനെ सकता. ഒതുക്കാൻ പറ്റുമോ? तुमको कोई वश में नहीं कर പറ്റത്തില്ല. पाएगा. റാം ധുന ഹദന റാം ധുന. ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽക്കാലം പറ നീ വാഗ്ദത്ത സന്തതിയാണ്. आज सुबह कहिएगा मैं वायदे की संतान हूँ. ഞാൻ വാഗ്ദത്ത സന്തതിയാണ്. मैं वायदे का बेटा എന്നെ हूँ. ഒതുക്കുവാ, मुझे रोकने की, എന്നെ കെട്ടുവാ, मुझे बांधने की, എന്നെ ബന്ധിക്കുവാ. मुझे रोकने की ലോകത്തിലെ ഒരു ശക്തിക്കും इस दुनिया में कोई ताकत नहीं है. കഴിയത്തില്ല. कोई ताकत नहीं है. ആമേൻ. हालेलुया. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു കൂനിയായ സ്ത്രീയെ കാണുന്നുണ്ട്. इसलिए लूका के सुसमाचार 13वें अध्याय में हम एक कुबड़ी स्त्री को देखते हैं. അവൾ സഭയ്ക്കകത്ത് വന്നു. ആലയത്തിന്റെ അകത്ത് യേശുവിനെ കാണാൻ വന്നു. वो आराधनालय के अंदर थी. यीशु को मिलती है. ഹല്ലേലൂയ. യേശുവിനെ കാണുന്നുണ്ട്. यीशु देख रहा है. ഹല്ലേലൂയ. നമ്മൾ വചനത്തിലെല്ലാം വായിക്കുമ്പോൾ അതിന്റെ ഹെഡിങ് ശബത്ത് ദിവസത്തിൽ യേശു സൗഖ്യമാക്കി എന്നുള്ള ഒരു ഹെഡിങ്ങിലാ. और जब उसको पढ़ते तो शीर्षक में लिखा है सबत के दिन उसने चंगा किया. ചില ബുക്കിലും ഹെഡിങ്ങിലും വരുന്നുണ്ട് ശബത്തിൽ യേശു സൗഖ്യമാക്കി. और कुछ किताबों में भी यूं लिखा होता है हेडिंग में यीशु ने सबत में चंगा किया. എന്നെ അട്രാക്ട് ചെയ്ത് എന്നെ ടച്ച് ചെയ്ത ഒരു വാക്കുണ്ട്, ഇവൾ അബ്രഹാമിന്റെ സന്തതി. लेकिन उसमें मुझे छूने वाला वचन ये भी अब्राहम की बेटी है. അവൾ അബ്രഹാമിന്റെ സന്തതി. ये भी अब्राहम की बेटी है. ഇവളെ 18 വർഷം സാത്താൻ രോഗബന്ധനത്തിലിട്ടു. 18 साल शैतान ने बीमारी में बांध रखा. ഇന്ന് പകൽക്കാലം നീ അബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ, लेकिन यदि आज आप अब्राहम के पुत्र हो, ശത്രുവിട്ട ബന്ധനങ്ങൾ ഇന്ന് പൊട്ടും. वो सारे बंधन आज टूटेंगे. ഇന്ന് പകൽക്കാലം നിന്റെ ശുശ്രൂഷയെ ബന്ധിച്ചിരിക്കുകയാണോ? आपकी सेवकाई को बांध कर रखा है. ഇന്ന് പകൽക്കാലം ആ ബന്ധനം പൊട്ടുകയാണ്. आज सुबह वो बंधन टूटेगा. നിന്റെ ഭാവിയെ ബന്ധിച്ചിരിക്കുകയാണോ? तेरे भविष्य को बांध रखा है. അത് ഇന്ന് പൊട്ടുകയാണ്. आज वो टूटेगा. നിന്റെ വാഗ്ദത്തങ്ങളെ ബന്ധിച്ചിരിക്കുകയാണോ? तेरे वायदे को बांध रखा है. ഇന്ന് പകൽക്കാലം പൊട്ടുകയാണ്. आज वो टूट रहा है. Because you are the descendant of Abraham. क्योंकि आप अब्राहम की संतान हो. റാംബോ ധുനാമന ശാന്തന. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്. मैं अब्राहम का बच्चा हूँ. എന്നെ ഒതുക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. मुझे दुनिया की कोई ताकत दबा नहीं सकती. ആമേൻ. आमीन. ഹല്ലേലൂയ. हालेलुया. ആമേൻ. आमीन. നിങ്ങളെ ബന്ധിക്കാനല്ല, നിങ്ങൾ ബന്ധിക്കുക ചിലത്. और आप नहीं बांधेंगे, आप किसी को बांधेंगे. നിനക്കെതിരെ കെട്ടിയ നിന്നെതിരെ നിൽക്കുന്നവരെ നീ കെട്ടും. और जिस रस्सी ने आपको बांधा आप उसे बांधने जा रहे हैं. പകൽക്കാല ചരിത്രം മാറുക. भारत का इतिहास बदल रहा है. അവസ്ഥ മാറുക. अवस्था बदल रही है. നിന്റെ
ശുശ്രൂഷ ബന്ധിച്ച ചിലത് നീ ബന്ധിക്കാൻ പോകും. आपकी सेवकाई को जिसने बांधा उसको तुम बांधोगे. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. സങ്കീർത്തനം 149 8 വാക്യം. भजन संहिता 149 का 8. സോറി 7 മലയാളത്തിൽ 7. 149 का അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പു വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിനും उनके राजाओं को सांकलों से प्रतिष्ठित पुरुषों को लोहे की बेड़ियों से जकड़ रखें. ഇന്ന് പകൽക്കാലം നീ ചിലതിനെ ബന്ധിക്കും. आज सुबह आप किसी को बांधोगे. വിശ്വസിക്കാമെങ്കിൽ यदि विश्वास कर सकते हो. ഇന്ന് വരെ നീ ബന്ധനം ബന്ധനമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. आज तक तुम बोलते थे बंधन बंधन, നിന്നെ കണ്ട് ഭയപ്പെടുന്ന പശാച് ഭയപ്പെടുന്ന ദിവസമായി മാറാൻ പോകുകയാണ്. लेकिन अब से शैतान आपको देखकर डरेगा. നീ ശത്രുവിനെ കണ്ട് ഭയപ്പെടത്തില്ല. तू दुश्मन को देखकर डरेगा नहीं. സഭ ബന്ധനം പറയത്തില്ല. अब से तू बंधन नहीं कहेगा. നീ ബന്ധനമെന്ന് പറയത്തില്ല. तू बंधन नहीं നീ कहेगा. ബന്ധനത്തിലാണെന്ന് നീ പറയത്തില്ല. तू नहीं कहेगा मैं बंधन में हूँ. നീ ബന്ധിക്കാൻ പോകുക ചിലതിനെ. लेकिन तू कुछों को बांधेगा. ഭാര്യയെ ബന്ധിച്ച ചിലതിനെ നീ ബന്ധിക്കാൻ പോകുക. जिसको तूने बांधा है वो आप उसे बांधेंगे. മനസ്സിലാക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. आइए मिलकर ताली बजाकर यीशु का धन्यवाद करेंगे. ചിലരുടെ സ്ഥിതി മാറുകയാണ്. कईयों की हालत बदल रही है. ചിലരുടെ അവസ്ഥ മാറുകയാണ്. कईयों की परिस्थिति बदल रही है. ശുശ്രൂഷയുടെ ലെവൽ മാറുകയാണ്. सेवकाई का स्तर बदल रहा है. ചിലരുടെ കുടുംബങ്ങളുടെ സ്ഥിതി മാറുകയാണ്. परिवार की हालत बदल रही है. ചിലർ എന്നോട് കേൾക്കുന്ന ചില കുടുംബങ്ങളുടെ സ്ഥിതി മാറുകയാണ്. परिवार में बने हुए बंधन उसकी हालत बदल रही है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ആമേൻ, आमीन. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ഇതേക്കും പാസ്റ്റർ ചിലരൊന്നും പറയും പാസ്റ്റർ ഭയങ്കര ബന്ധനാണ്. और कई बार बोलते हैं पादरी साहब हर वक्त बंधन है. ഹല്ലേലൂയ. കുടുംബത്തിൽ ബന്ധനാ പാസ്റ്ററെ. परिवार में रस्सी पड़ी है. ഈ ബന്ധനം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. इस बंधन के वजह से जी नहीं पा रहे. ഹല്ലേലൂയ. ഇനി മുതൽ ഈ വാക്കല്ല നീ പറയാൻ പോകുന്നത്. आज से बंधन शब्द तुम नहीं कहोगे. ഈ കോൺഫറൻസ് കഴിഞ്ഞ് നീ ഇറങ്ങുമ്പോൾ നിന്റെ വായിൽ നിന്ന് ഇനി ഈ വാക്ക് വരരുത്. इस कॉन्फ्रेंस से निकलने के बाद ये शब्द आपके मुंह में नहीं आने पाए. ഹല്ലേലൂയ. അഭിഷക്തന്മാർ പറഞ്ഞതുപോലെ ഞാൻ പിശാചിനെ ബന്ധിച്ചു. जैसे अभिषिक्त ने कहा मैंने शैतान को बांधा. ഓ, ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? आज सुबह कितने लोग समझ रहे हैं You have the authority. आपके पास अधिकार है. Given authority. आपके पास अधिकार है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. आपको कोई दबा नहीं सकता. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. നിന്നെ ഒരു സ്റ്റേറ്റിൽ ഒതുക്കുവാൻ കഴിയത്തില്ല. किसी एक राज्य में दबा नहीं सकता. ഓ, ഇന്ന് നിന്നെ ഒരു സ്റ്റേറ്റിൽ ഒതുക്കുവാൻ കഴിയത്തില്ല. आज से आपको एक राज्य में दबा नहीं पाएगा. ഒരു രാജ്യത്തിൽ ഒതുക്കുവാൻ കഴിയത്തില്ല. एक देश में दबा नहीं पाएगा. നിന്റെ മേലുള്ള വാഗ്ദത്തം क्योंकि वो आप पर वायदा है. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. वो वायदा अब्राहम को मिला हुआ वायदा है. മനസ്സിലാക്കുന്നവർ हालेलुया. ഹല്ലേലൂയ. അത് മനസ്സിലാക്കണം. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്താണെന്ന് तो മനസ്സിലാക്കണം. उसको समझने के लिए ये समझना है कि अब्राहम को क्या वायदा मिला. ഹല്ലേലൂയ, हालेलुया, ആമേൻ. आमीन. ഉൽപ്പത്തി 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ വിളിച്ചിറക്കുന്നത്. उत्पत्ति 12 में अब्राहम को निकाला हूं. അബ്രഹാമിന്റെ കുടുംബം എവിടെയാണെന്നറിയോ? अब्राहम का परिवार कहाँ पर है? ഹല്ലേലൂയ. അവസ്ഥ അറിയോ? उसकी अवस्था पता है. ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ പുറത്തെടുത്ത് उस परिवार से एक को निकाला. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവാകാൻ विश्वासियों का पिता कहलाने. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബ പാരമ്പര്യമല്ല നിന്റെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നയിക്കും. आपके परिवार का रिवाज या परंपरा उस योजना में नहीं लेकर आता. ഹല്ലേലൂയ, हालेलुया. നിന്നെ ഒരു പിതാവാക്കാൻ, आपको एक पिता बनाने, നിന്നെ ഒരു മാതാവാക്കാൻ, आपको एक माता बनाने, അനേകരുടെ മാതാവും പിതാവും ആക്കാൻ अनेकों के पिता और माता बनाने ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. परमेश्वर ने तुम्हें बुलाया ഓ, है. ബീനാവന ഹത്തുനമന ഗദന. हालेलुया, ഹല്ലേലൂയ. हालेलुया. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ पा रहे हैं? ആമേൻ. ആമേൻ. അബ്രഹാമിന്റെ യോഗ്യത എന്താ? अब्राहम की योग्यता क्या है?
ഹല്ലേലൂയ. हालेलुया। വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന, मूर्तियों को बनाने वाला, അതിനെ സേവിക്കുന്ന, उसकी पूजा करने वाला, കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ, उस परिवार में से एक को, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന जीवित परमेश्वर की उपासना करने के ഒരു लिए, കൂട്ടം ജനതയുടെ പിതാവാക്കാൻ कईयों का पिता बनाने के लिए പുറത്തെടുത്തെങ്കിൽ उसे यदि निकाल सकता है, നിന്നിൽ കൂടെ ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും? आपके द्वारा पता नहीं क्या क्या कर सकता है। മനസ്സിലാക്കുന്നവർ, कितने लोग समझ रहे हैं? മനസ്സിലാക്കുന്നവർ, कितने लोग समझ रहे हैं? ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ആമേൻ. आमेन। അബ്രഹാമിനെ എന്താ വിളിച്ചിറക്കി? 12-ാം അധ്യായം, उत्पत्ति 12 में चलेंगे। യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, यहोवा ने ये परमेश्वर से यूं कहा, നീ നിന്റെ ചാർച്ചക്കാരെയും तू अपने देश को, ദേശത്തെയും ചാർച്ചക്കാരെയും अपने कुटुंबियों को, മൃദുഭവനത്തെയും വിട്ട, पिता के घर को छोड़कर, ഇതെല്ലാം വിട്ടിട്ട് എന്ത് ചെയ്യണം? ये सब छोड़कर क्या करना है? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് നീ उस ചലിക്കണം. देश में जाना जो मैं तुझे दिखाऊंगा। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ഞാൻ വിചാരിക്കും അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ मैं यूं सोच रहा हूं, जब अब्राहम को बुलाकर निकाल रहे थे, കല്യാണം കഴിക്കാൻ വേണ്ടി ഇറക്കിയതല്ല. शादी करने के लिए नहीं निकाला। നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നല്ല കല്യാണം കഴിക്കാൻ പള്ളിയിൽ വന്ന് കയറും. हमारे लोग अच्छी शादी होने के लिए कलीसिया से जुड़ जाते हैं। ഹല്ലേലൂയ. हालेलुया। നല്ലൊരു പെണ്ണ് കിട്ടാൻ വേണ്ടി വന്നതല്ല. अच्छी लड़की ढूंढने के लिए नहीं आया था। നല്ല പ്രായമായിട്ടും സൗന്ദര്യമായിരുന്ന, ഏറ്റവും സൗന്ദര്യവതിയായിരുന്ന നല്ലൊരു ഭാര്യ ഉണ്ടായിരുന്ന അബ്രഹാമിന് एक ऐसी पत्नी उसके साथ थी जो इतनी बूढ़ी होने के बाद भी रूपवती दिखती थी। ഹല്ലേലൂയ. हालेलुया। അപ്പൊ പെണ്ണ് കെട്ടാ ഇറങ്ങിയതല്ല. मतलब शादी करने भी नहीं निकला। ഹല്ലേലൂയ. हालेलुया। പൈസയുടെ കുറവ് കൊണ്ട് കടം ഭാരം വന്നതല്ല. पैसे की कमी हो गई, कर्ज चुकाने के लिए नहीं निकला। ഹല്ലേലൂയ. हालेलुया। അല്ല, ഒത്തിരി ജോലിക്കാരും, कितने ही नौकर चाकर, അല്ലെ കന്നുകാലികളും, कितने ही जानवर, ഹല്ലേലൂയ, ഇതെല്ലാം കൂടെ ഉണ്ട്. ये सब उसके घर में थे। ബിസിനസ് പൊളിഞ്ഞോണ്ടൊന്നും അല്ല കേട്ടോ. रोजगार खत्म होने पर नहीं निकला। ലോകത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ് അങ്ങനെ ചെയ്തത്. दुनिया में किया जा सकने वाला सबसे अच्छा रोजगार वो करता था, ദൈവത്തെ വിൽക്കുക. परमेश्वर को बेचना। ആമേൻ. आमेन। ഇവിടെ ഒരു ദൈവത്തെ ഉണ്ടാക്കി വെച്ചിട്ട് 100 രൂപ വെച്ചാൽ, 100 രൂപയുടെ ഒരു ദൈവത്തെ ഉണ്ടാക്കി വെച്ചാൽ, यहाँ पे यदि एक 100 रुपए का परमेश्वर बनाकर रख दें, ഹല്ലേലൂയ, आमेन, തൊട്ടപ്പുറത്ത് ഒരു 500 രൂപയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, तो उसी के बराबर में 500 वाला पड़ा है, ഹല്ലേലൂയ, നമ്മള് ഫുട്പാത്തിൽ പോയി സാധനം വാങ്ങണത് പോലെ വാങ്ങത്തില്ല. तो हम फुटपाथ में जाकर मोल भाव करके खरीदते हैं, वैसे नहीं खरीदेंगे। ആ കടയിൽ വാങ്ങുന്ന വരുന്ന ആൾ ഇങ്ങനെ ചോദിക്കും, ഇത് എത്ര രൂപയുടെയാ? और आकर एक बार देखेंगे ये कितने वाली है? 100 രൂപ. 100 रुपए। ഇതിനെക്കാട്ട് കൂടിയ സാധനം ഉണ്ടോ? इससे भी महंगी है। നമ്മൾ എന്ത് ചോദിക്കും? ഇതിനെക്കാട്ട് കുറഞ്ഞ സാധനം ഉണ്ടോ? हम हमेशा पता क्या पूछते हैं? इससे भी सस्ती है। മനസ്സിലായില്ല? समझ में आ रहा है? അവിടെ ബാർഗൈനിങ് ഇല്ല. वहां पर मोल भाव नहीं है, ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ദൈവത്തെ വാങ്ങാൻ വരുന്നതാ. क्योंकि खरीदारी परमेश्वर की हो रही है। അവിടെ ചിന്തയിൽ അവർ ദൈവത്തെ വാങ്ങാൻ വരുന്നതാ. वो सोच रहे हैं कि परमेश्वर को खरीद रहा है। ബിസിനസ് പ്രോഫിറ്റബിൾ ആ. वो पूरा बिजनेस लाभदायक है। നഷ്ടത്തായിപ്പം വന്നതല്ല ദൈവത്തെ കാണാൻ. घाटा खाकर बाहर नहीं निकला। ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ये सब था तो भी നമ്മൾ പറയും അമേരിക്കയ്ക്ക് പോകാനാണോ? हम कहेंगे अमेरिका जाना है, ഓസ്ട്രേലിയക്ക് പോകാനാണോ? ऑस्ट्रेलिया जाना है, കാനഡയ്ക്ക് പോകാനാണോ? कनाडा जाना है। അങ്ങനെ ഒരു ദൂത് കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ ഇറങ്ങി തിരിക്കും. ऐसा हाथ रखकर कोई वचन बता दे तो यूं निकल जाएंगे हम। അബ്രഹാമിന്റെ അടുത്ത് അമേരിക്കയും പറഞ്ഞില്ല, കാനഡയും പറഞ്ഞില്ല. अमेरिका को अमेरिका नहीं बोला, अब्राहम को कनाडा नहीं बोला। അയ്യോ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം. यूं बोला कि चला जा उस देश को जो मैं दिखाऊंगा। ആമേൻ. आमेन। നിങ്ങൾ ചിന്തിക്കുക, അബ്രഹാം നടന്നു വരിക എങ്ങനെ? सोचकर देखिए अब्राहम चलकर आ रहा है। അപ്പൊ ഞാൻ വന്ന് അബ്രഹാമിന്റെ ചോദിക്കാം, എങ്ങോട്ടാ പോണേ? तो मैं आकर अब्राहम से पूछ रहा हूं कहां जा रहे हो? അത് കാണിപ്പാനിരിക്കുന്ന ദേശം. वो कुछ दिखाएगा वहां। ഹല്ലേലൂയ. हालेलुया, हालेलुया, ആമേൻ. आमेन। ഇത് കേട്ടിട്ട് ഒരാൾ കൂടെ ഇറങ്ങി. ये सुनकर एक उसके साथ हो लिया। ആരാ? कौन था वो? ലോത്ത്. लूत।
അവൻ കുറേ ദൂരം അങ്ങ് നടന്നു. कुछ दूर तक को चला. അബ്രഹാം ചോദിച്ചു, എത്തിയോ? अब्राहम ने पूछा, वो पहुंच, अब्राहम से पूछा, पहुंच गए? കുറേ നടന്നതാ, काफी चल लिए, 3-4 കൂടുതൽ മാറ്റി അടിച്ചതാ. 3-4 पड़ाव बदल बदल कर लगा लिए. ഹല്ലേലൂയ. हालेलुया. അബ്രഹാം എന്നും ചോദിക്കും, എത്തിയോ? हमेशा लूत पूछता है, पहुंच गए? ഇല്ല. अब्राहम का उत्तर नहीं, കാണാൻ പോകുന്നുണ്ട്. अभी आ रहा है. എത്തും, पहुंचेंगे, എത്തും, पहुंचेंगे, എത്തും. पहुंचेंगे. കാരണം പറഞ്ഞത് ദൈവമാ, वो परमेश्वर ने कहा है, വാഗ്ദത്തം ചെയ്ത ദൈവമാ. वायदा परमेश्वर ने I दिया am है, going to reach. मैं वहां पहुंचूंगा. കുറേ ദൂരം നടന്നപ്പോഴേ जब वो दोनों चले, ലോത്തിന് മനസ്സിലായി, लूत को पता चल गई एक बात, ഇവന് ചെറിയ എന്തോ ഒരു കുഴപ്പമുണ്ട്. कि ये थोड़ा नट ढीला है इसका. ഹല്ലേലൂയ. हालेलुया. ആദ്യം ഇവന് പറയാൻ മടിയായിരുന്നു. पहले तो खुलकर बोलता नहीं था. ഹല്ലേലൂയ. हालेलुया. കുറെ ഇവന്റെ കൂടെ കുറെ ജോലിക്കാരുണ്ടായിരുന്നു ലോത്തിന്റെ കൂടെ. और लूत के साथ में कुछ नौकर चाकर थे. ലോത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, लूत से आकर कहा, ഇതൊന്നും നമുക്ക് ശരിയാവത്തില്ല. ये मामला हम पर सही नहीं बैठेगा. നടന്ന് നടന്ന് തളർന്നു. हम चल चल तो थक चुके हैं. ഹല്ലേലൂയ. हालेलुया. ഇങ്ങനെ പറയുന്നത് പോലെ അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. ये जैसा बोल रहा है ना, ऐसा कुछ नहीं है. ഇവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലം നോക്കി നല്ല വീട് വെച്ച് ഇവിടെ സെറ്റിൽ ആവണമാണ് एक നല്ലത്. काम करते हैं, यहाँ वहाँ अच्छी जमीन खरीदते हैं, हरियाली देकर घर बनाकर सेटल हो जाते हैं. ഇവര് വല്ല വിവരക്കേട് വിളിച്ചു പറയുക. पता नहीं क्या मूर्ख बोलता ही रहता है. ഇവരെ പുറകെ നടന്ന ഒരു ഗുണവും പിടിക്കാൻ इसके പോകുന്നില്ല. पीछे चलेंगे भैया, कुछ नहीं मिलने वाला. ഇങ്ങനെ കൈയടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റാ, ताली बजाकर ऐसे ही बैठे आराधना कर रहा है, വല്ല ഗുണമൊന്നും ഉണ്ടാകത്തില്ല. लाभ कुछ नहीं मिलने वाला. ഹല്ലേലൂയ. और रबा. हालेलुया. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോത്ത് വന്ന് അബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞു, लूत ने आकर अब्राहम से कहा, ഇനി ശരിയാവത്തില്ല കേട്ടോ, मामला सही नहीं बैठेगा. നീ അമേരിക്ക കാനഡ എന്നെല്ലാം പറഞ്ഞെങ്കിൽ ഞാനും കൂടെ അങ്ങ് വരുമായിരുന്നു. अमेरिका कनाडा वगैरह होता तो शायद थोड़ा देख ഒരു लेते. ഉറപ്പില്ലാതല്ലേ നീ പോകുന്നേ. तू ऐसी जगह जा रहा, पता ही नहीं वो है भी है या കുറെ नहीं. വർഷമായിട്ട് വരുന്നല്ലോ, പറയുന്നല്ലോ ഇപ്പൊ എത്തുന്നു. इतने साल से कह रहे हो ना, पहुंच गए. ഹല്ലേലൂയ. हालेलुया. ആമേൻ. आमेन. നടന്നില്ലല്ലോ, अभी तक नहीं होगा, ये ഞാൻ नहीं ഇവിടെ चलेगा. അങ്ങ് നിൽക്കാൻ പോകും. मैं अब यहीं रहूंगा. ഹല്ലേലൂയ. हालेलुया. അവൻ അവിടെ നിന്നു. वो वहीं पर ठहर गया. ഹല്ലേലൂയ. हालेलुया. പക്ഷേ അബ്രഹാമിന്റെ മേലുള്ള വാഗ്ദത്തം, लेकिन अब्राहम को एक वायदा मिला, അവനൊരു ഉറപ്പുണ്ടായിരുന്നു. उसको एक निश्चय था, ഈ ലോകമല്ല എന്റേത്, ये संसार नहीं है मेरा, ഞാൻ കാണുന്നതല്ല, ये दिखने वाला नहीं, ഞാൻ കാണാത്ത കാര്യമൊന്നും ഞാൻ അറിയുന്നു. अनदेखा कुछ है मेरा, ഞാൻ ചിലത് വിശ്വസിക്കുന്നു. मैं उस पर विश्वास करता हूँ. മനുഷ്യന്റെ കൈപ്പണിയല്ലാത്ത ഒരു മഹാനഗരം, वो हाथों से निर्मित नहीं, वो अदृश्य मेरा है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് എബ്രായർ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ എഴുതിയത്, इसलिए इब्रानियों की किताब उसके 11वें अध्याय में लिखा, അബ്രഹാം കാത്തിരുന്നത് अब्राहम ने जिसकी बाट जो ഈ ही, ലോകത്തിലുള്ളതല്ല, इस दुनिया की बात नहीं, बाट जो ही, അവൻ കാത്തിരുന്നത്, उसकी इंतजार, അവൻ ആഗ്രഹിച്ചത്, जो उसकी इच्छा, ഹല്ലേലൂയ, ദൈവം പണിത ആ പട്ടണം, परमेश्वर का बनाया वो शहर था. ഹല്ലേലൂയ. എബ്രായർ 11-ാം അധ്യായം इब्रानियों 11वां अध्याय, അതിന്റെ 8-ാം വാക്യം, उसका 7वां ഒന്ന് पद, വായിക്കാം. 8-ാം വാക്യം മുതൽ 7 और 8. इब्रानियों 11, 7, 8. എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. विश्वास के साथ वो निकल पड़ा उस देश की ओर जिसके बारे में नहीं पता था कि वो कौन सा देश है. ഇതാ ആ വാഗ്ദത്ത ദേശം ഏതാ എന്നൊന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. और यहाँ पे परमेश्वर बता रहा है कि वायदे का वो देश कौन सा है. ദൈവം ശില്പിയായി നിർമ്മിച്ചതും, एक ऐसा देश जिसका परमेश्वर ने निर्माण किया. ആര് നിർമ്മിച്ചത്? किसने निर्माण किया, किसने बनाया? ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. और किसने नेव डाली? परमेश्वर की नेव डाली गई शहर की इंतजार में रहा. ആമേൻ. आमेन. അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോൾ अब्राहम को जब बुलाकर वहां से निकाला, അബ്രഹാമിനോട് പറഞ്ഞത് എന്തെന്നറിയാമോ? अब्राहम को क्या बोला था? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് നീ ചലിക്കണം. तू उधर जा जो मैं तुझे दिखाऊंगा. ആമേൻ. आमेन. ഏതാ കാണിപ്പാനിരുന്ന ദേശം? वो कौन सा देश था जो दिखाएगा? നമ്മൾ പഠിച്ചു വന്നത് കാനാൻ ദേശമെന്ന. हमने ये सोच रखा था कि कनान की बात कर रहा है. 12-ാം അധ്യായം തീരുന്നതിന് മുമ്പേ അവർ കനാൻ ദേശത്തിലെത്തി. 12वें अध्याय के खत्म होने से पहले वो कनान में पहुंच गया.
അല്ലേ? ഒന്ന് വായിക്കാം, ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. അതിന്റെ 12-ാം അധ്യായം, ഉൽപ്പത്തി 12-ാം അധ്യായം, उत्पत्ति 12 थोड़ा स्पष्ट करेंगे. उत्पत्ति 12 അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, और जब हम उसके पहले पद से पढ़ते അതിന്റെ हैं, 2-ാം വാക്യം എടുത്താട്ടെ. उसका दूसरा पद देखिएगा. അടുത്ത വാക്യം, അടുത്ത ഈ 4-ാം വാക്യം ഒന്ന് വായിച്ചു. പുറപ്പെട്ട് ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ട് ലോത്തും അവനോട് കൂടെ പോയി. അതിന്റെ അടുത്ത 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എല്ലാരും 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. सब लोग 12 का 5 देखिएगा. ആ അധ്യായം ഒന്നും കഴിഞ്ഞില്ല, 5-ാം വാക്യം എത്തിയുള്ളൂ. वो पूरा अध्याय नहीं हुआ, 5वां आयत पहुंचा ही है. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെയും സഹോദരന്റെയും മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളെ ഒക്കെയും ആടുകളെയും കൂട്ടിക്കൊണ്ട് എവിടെ എത്തി? अब्राहम अपनी पत्नी बच्चे सब संपत्तियां लेकर कनान को निकले और कहां पहुंचे? कनान पहुंच गए. എവിടെ എത്തി? कहां पहुंचे? 5-ാം വാക്യത്തില് 12-ാം അധ്യായത്തില് 1-ാം വാക്യത്തില് വാഗ്ദത്തം കിട്ടി കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് ചലിക്കാം. 12 के 1 में वायदा मिला कि देश को जा मैं दिखाऊंगा. ഹല്ലേലൂയ. 5-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നത് പോലെ കാനാൻ ദേശത്തിൽ അങ്ങ് എത്തി. और 5वें पद में जैसा हम कह रहे हैं कनान में पहुंच गया. കാനാൻ ദേശം എങ്ങനെയുള്ള ദേശമാണ്? कनान किस प्रकार का देश है? അതിനെ കുറിച്ച് പാട്ടുകളുണ്ട്. उसके बारे में कई गीत लिखे हैं. ഹല്ലേലൂയ. ഹല്ലേലൂയ. തേനും പാലും എല്ലാം ഒഴുകുന്ന സ്ഥാനമാണ്. मधु और दूध जहां पर बहता है. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടാൽ ആരും നിന്നു പോകുന്ന एक സ്ഥലമാണ്. ऐसी जगह जो का एक बार देखे एक टक खड़ा रह जाए. അതിന്റെ ഹല്ലേലൂയ അവിടുത്തെ പഴവർഗ്ഗങ്ങളെ തൂക്കിക്കൊണ്ട് വരണമെങ്കിൽ 2-3 പേര് വേണം. वहां के यदि फलों को उठाना है तो कम से कम 2-3 लोग मिलकर उठाएं. ഇതെല്ലാം കണ്ടിട്ട് അബ്രഹാം പറഞ്ഞു, ഇതല്ല എന്റെ രാജ്യം, ये देखकर भी अब्राहम ने बोला नहीं ये नहीं है मेरा ഇതല്ല देश. എന്റെ വാഗ്ദത്ത ദേശം, ये नहीं है मेरे वायदे का देश. ഇന്ന് പകൽക്കാലം നീ കാണുന്ന കാറും നീ കാണുന്ന വീടും നീ കാണുന്ന സമ്പത്തും നീ കാണുന്ന പൊസിഷനുമല്ല ദൈവിക വാഗ്ദത്തം. आपको जो देश मिलता है, आपको जो कार मिलती है, आपको जो नौकरी मिलती है, वो नहीं है आपके वायदे का देश. നിന്റെ BMW നിന്റെ SUV ഒന്നുമല്ല. आपकी SUV बड़ी गाड़ियां घर नहीं है वायदा. നിന്റെ മേലുള്ള വാഗ്ദത്തം അതിലും വലുതാ. आपका वायदा उससे भी बड़ा है. മനസ്സിലാക്കുന്നവർ കരങ്ങളെ തട്ടി. कितने लोग ताली बजाकर, ഓ നീ ലോത്തിനെ പോലെ ഒതുങ്ങി പോകരുത്. तू लूत की तरह दबकर मत रह നീ जाना. ദൈവശബ്ദം കേട്ടവനാണോ? और तू जब अपने देश को देखना चाहता है, ദൈവിക വാഗ്ദത്തമുള്ളവനാണോ? परमेश्वर के वायदे को पूरा देखना ഈ चाहता है, ലോകത്തിലുള്ള നന്മയിൽ കുടുങ്ങി പോകരുത്. दुनिया की भलाई में फंस मत जाना. ലോകത്തിലെ പച്ചപ്പിൽ കുടുങ്ങി പോകരുത്. दुनिया की हरियाली में फंस मत जाना. മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? कितने लोग समझ रहे हैं मेरी बात को? ഹല്ലേലൂയ. हालेलुया. ഇതെല്ലാം കണ്ടിട്ടും, इस सब को देखने के ഈ बावजूद, അനുഗ്രഹത്തെ കണ്ടിട്ടും इस आशीष को देखने के बावजूद അബ്രഹാം ചലിച്ചു തുടങ്ങി. अब्राहम चलता रहा. This is not my destiny. ये मेरा लक्ष्य नहीं है, ഇതല്ല എന്റെ വാഗ്ദത്തം. ये मेरा वायदा नहीं है. മനസ്സിലാക്കുന്നവർ കരങ്ങളെ തൊട്ടി. कितने लोग समझ रहे हैं? हाथों को उठाकर ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया ആമേൻ. आमीन. ഇന്ന് പകൽക്കാലം നമ്മൾ നമ്മുടെ മേലുള്ള വാഗ്ദത്തം മനസ്സിലാക്കണം. कहने का मतलब हमें हम पर आए हुए वायदे को समझना है. നിന്റെ മേലുള്ള വാഗ്ദത്തം വലുതാ. आपका वायदा बड़ा है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെറുതല്ല കേട്ടോ, छोटा नहीं है, ചെറുതല്ല കേട്ടോ, छोटा नहीं है, ചെറുതല്ല കേട്ടോ. छोटा नहीं നീ है, കാണുന്നതല്ല, दिखने वाला नहीं है, നീ കാണുന്നതല്ല, दिखने वाला നീ नहीं ഇന്ന് है. കാണുന്നതല്ല, ये दिख रहा है वो നീ नहीं, ഇന്ന് കാണുന്നതല്ല. ये दिखने वाला नहीं. ആമേൻ. हालेलुया. ഇന്ന് പകൽക്കാലം നിന്റെ മേലുള്ള വാഗ്ദത്തം വലുതാ. आपके ऊपर का वायदा बहुत बड़ा है. അബ്രഹാമിനെ അറിയാമായിരുന്നു. अब्राहम को पता था, എടാ, ഞാൻ കുറച്ച് അധ്വാനിച്ച ഇതെല്ലാം എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ये थोड़ी मेहनत करूं तो ये सब तो यही बना सकता എന്റെ हूं. കഴിവ് കൊണ്ട് നടക്കുക. मेरी योग्यता से ये सब बन सकता है, പക്ഷെ എന്റെ കഴിവിന് കഴിയാത്തത്, लेकिन जो मेरी योग्यता नहीं कर सकती, എന്റെ ബുദ്ധിക്ക് കഴിയാത്തത്, जो मेरी बुद्धि नहीं कर सकती, എന്റെ പൊസിഷന് കഴിയാത്തത്, जो मेरा पद
नहीं कर सकता। ഒന്നുണ്ട്. एक है, ഹല്ലേലൂയ. അതാണ് ദൈവിക വാഗ്ദത്തം. वो है परमेश्वर का वायदा। മെഡിക്കൽ സയൻസിന് കഴിയാത്തത്, मेडिकल साइंस जो नहीं कर सकता, ഡോക്ടേഴ്സ് അടിയറോ പറഞ്ഞ വിഷയം डॉक्टरों ने जहां हार मान ली, ഇന്ന് പകൽക്കാലം നിന്റെ മേലുള്ള വാഗ്ദത്തം പുറത്തു വരണമെങ്കിൽ आज आपका वायदा यदि निकल पड़े, നീ ചലിച്ചു തുടങ്ങിയേ പറ്റത്തുള്ളൂ. तुझको चलना पड़ेगा, നീ പുറപ്പെട്ടേ പറ്റത്തുള്ളൂ. तुझको निकलना पड़ेगा। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। നിന്റെ മേലുള്ള വാഗ്ദത്തം വലുതാ. आपका वायदा बड़ा है। ഹല്ലേലൂയ. हालेलुया। വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, യേശു ചെയ്ത അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ ചെയ്യും. ये वचन में लिखा है कि यीशु के किए चमत्कारों से बड़े चमत्कार आप करेंगे। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलूया। പക്ഷെ ചിലവര് നോക്കിക്കൊണ്ടിരിക്കും. लेकिन कुछ लोग केवल देख कर खड़े रहेंगे, പക്ഷെ നീ ചെയ്യും. आप करेंगे। വിശ്വസിക്കാമെങ്കിൽ, विश्वास कर सकते हो, വിശ്വസിക്കാമെങ്കിൽ, विश्वास कर सकते കാരണം हो, അവന്റെ വാഗ്ദത്തമാ, क्योंकि वो तुम्हारा वायदा है, അവന്റെ ദൈവം. वो तुम्हारा वायदा है, That is authority he has given you. वो अधिकार उसने आपको दिया है। ഹല്ലേലൂയ. हालेलुया। വിശ്വസിക്കാമോ? विश्वास कर सकते हैं। ആമേൻ. आमीन। 12 പേര് ബോട്ടിലുണ്ടായിരുന്നു. 12 പേര്. 12 लोग नाव में थे। ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ നടന്നവരാ. यीशु के साथ चलने वाले लोग, യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ടു यीशु के വളർന്നവരാ. चमत्कार देखने वाले लोग। ഹല്ലേലൂയ. हालेलुया। 12 പേരുണ്ടായിരുന്നപ്പോൾ യേശു വെള്ളത്തിൽ കൂടെ നടക്കുന്നത് കണ്ടു. 12 नाव में थे, उन्होंने यीशु को पानी पर चलते हुए देखा। 12 പേര് കണ്ടു യേശു വെള്ളത്തിന്മേൽ നടക്കുന്നത്. 12 ने देखा यीशु चल रहा पानी पर, പക്ഷെ അതിൽ ഒരുത്തന് लेकिन उससे बढ़कर एक വെള്ളത്തിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ടായി. के मन में मैं भी चलूंगा। ഇന്ന് പകൽക്കാലം നീ 11 പേരുടെ കൂട്ടത്തിലാണോ? आज तुम 11 लोगों में हो, അതോ പത്രോസിന്റെ കൂട്ടത്തിലാണോ? या पतरस नामक एक व्यक्ति में? എനിക്ക് നടക്കണം, मुझको भी चलना എനിക്ക് है, അത്ഭുതത്തിൽ നടക്കണം. मुझे चमत्कार में चलना है। വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ कितने लोग विश्वास कर നീ सकते हैं? ഒരു അത്ഭുതമാകാൻ പോവുകയാണ്. तुम एक चमत्कार നീ खुद ഒരു करोगे, അത്ഭുതമാകാൻ പോവുകയാണ്. तुम अद्भुत चमत्कार देखोगे। ഹല്ലേലൂയ. हालेलुया। എത്രയൊക്കെ മനസ്സിലായി? कितने लोग समझ रहे हैं? 11 പേർ നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. 11 लोग केवल देख कर खड़े रहे, They could only see, केवल उन्होंने समुद्र देखा, but Peter was experiencing the miracle. उन्होंने देखा, पतरस ने चखा। Amen. हालेलुया, Hallelujah. हालेलुया। ഏത് വെള്ളത്തിൽ അവന്റെ അപ്പൻ കൈയിട്ടടിച്ചോ? किस पानी में उनके पिता ने हाथ को मस मारा, അവന്റെ സഹോദരങ്ങൾ കൈയിട്ടടിച്ചോ? उसके भाइयों ने हाथ से थपकी दी। Hallelujah. Hallelujah. കഴിഞ്ഞ നിമിഷം വരെ ഏത് വെള്ളത്തിൽ അവൻ കൈയും കാലും ഇട്ടടിച്ചോ? किस नदी में उसके माता पिता ने केवल पानी में हाथ मारा, ഇന്ന് പകൽക്കാലം അവൻ ആ വെള്ളത്തിൽ മീതെ കൂടെ ഇതാ പത്രോസ് നടക്കിയ. लेकिन एक नई सुबह पतरस उसी जल पर चलने लगा। ഇന്ന് പകൽക്കാലം നിന്റെ ദിവസം മാറുകയാണ്. आपके लिए वो दिन बदल रहा നിന്റെ है, ചരിത്രം മാറുകയാണ്. आपका इतिहास बदल रहा ഏത് है। കടഭാരത്തിൽ നിന്റെ നിന്റെ പിതാക്കന്മാർ കഷ്ടപ്പെട്ടു? कर्ज में पिताओं ने दुख सहा, ഏത് രോഗത്തിൽ കഷ്ടപ്പെട്ടു? बीमारी में दुख सहा, ഏത് പ്രശ്നത്തിൽ തകർന്നു പോയോ? समस्याओं में खत्म हो നീ गए, തകരത്തില്ല. वो तू खत्म नहीं നീ होगा। അതിൻ മീതെ കൂടെ ഓടും. तू समस्या के ऊपर നീ चलेगा, അതിൻ കൂടെ ചലിക്കും. तू उसके ऊपर चलेगा। മനസ്സിലാക്കുന്നവർ കരങ്ങളെ തട്ടി. यदि समझ रहे तो ताली बजाकर। നീ കാണാനല്ല ഇവിടെ ഇരിക്കുന്നത്. आप देखने के लिए नहीं आए हो, നീ കാണാനല്ല ഇരിക്കുന്നത്. आप देखने के लिए नहीं നീ आए നടന്നു हो, തുടങ്ങിയാണ്. आप चलने के लिए आए हो। മനസ്സിലാക്കുന്നവർ, कितने लोग समझ रहे हैं? മനസ്സിലാക്കുന്നവർ, कितने लोग समझ रहे हैं? വാക്കാൽ നിന്റെ മേലുള്ള വാഗ്ദത്തം വലുതാ. आपके ऊपर का वायदा बड़ा है, നിന്റെ മേലുള്ള ദൂത് വലുതാ. आपका उसकी वाणी बड़ी है। നിന്നെ ഒതുക്കുന്ന ദൂതല്ല, आपको जो दबाता है, നിന്റെ അതിരുകളെ വിസ്താരപ്പെടുത്തുന്ന ദൂതാ. आपको बढ़ाने वाला वचन है वो। മനസ്സിലാക്കുന്നവർ, हालेलुया। മനസ്സിലാക്കുന്നവർ, कितने लोग समझ रहे हैं? हालेलुया। മനസ്സിലാക്കുന്നവർ വെറുതെ ഇരിക്കത്തില്ല. जो समझ चुका वो यूं ही नहीं बैठेगा। ഹല്ലേലൂയ. आमीन, ആമേൻ. हालेलुया, ഹല്ലേലൂയ. हालेलुया। നിന്റെ മേലുള്ള ദൂത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം എഴുന്നേൽക്കാൻ. अपने वचन को, वाणी को समझकर खड़े होना। ഹല്ലേലൂയ. हालेलुया। വാക്കുകൾ കൊണ്ട് ഒതുക്കാൻ പറ്റത്തില്ല. शब्द तुझे दबा नहीं पाएंगे, ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഒതുക്കാൻ പറ്റത്തില്ല. फेसबुक का पोस्ट
दबा नहीं पाएगा, വാട്സ്ആപ്പ് മെസ്സേജ് കൊണ്ട് ഒതുക്കാൻ പറ്റത്തില്ല, व्हाट्सएप का मैसेज दबा नहीं पाएगा, പത്ര ന്യൂസുകൾ നിന്റെ ശുശ്രൂഷ ഒതുക്കാൻ പറ്റത്തില്ല. खबरें आपको दबा नहीं पाएंगी. നിന്റെ വാഗ്ദത്തം വലുതാ. आपका वायदा उससे बड़ा ഓ, है. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? कितने लोग समझ रहे हैं? ഹല്ലേലൂയ हालेलुया, ഹല്ലേലൂയ हालेलुया, ഹല്ലേലൂയ. हालेलुया. ചില ന്യൂസുകൾ കേട്ട് ഒതുങ്ങി കൂടുകയാണല്ല നിന്റെ ശുശ്രൂഷ. कुछ खबरों को सुनकर दबकर रहने की सेवकाई आपकी मेरी नहीं है. ചിലരുടെ വാക്കുകൾ കേട്ട് ഒതുങ്ങി കൂടാനുള്ളതല്ല നിന്റെ कईयों ശുശ്രൂഷ. के शब्द को सुनकर दुबकने के लिए नहीं बुलाया. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ रहे ഇന്ന് हैं? പകൽ എവിടെ നിന്നെ ഒതുക്കിയോ? आज जहां जहां उसने दबाया, ഏത് മണ്ഡലത്തിൽ നിന്നെ ഒതുക്കിയോ? जिस जगह पर दबाया, ഏത് കാലഘട്ടത്തിൽ നിന്നെ ഒതുക്കിയോ? जिस समय में तुझे दबाया, ആ, അതേ കാലഘട്ടത്തിൽ उसी समय में നിന്നെ തിരിച്ചെടുക്കാൻ പോവുകയാണ്. तुझे निकालेगा. ഒരു പുതിയൊരു ചരിത്രം, एक नया a इतिहास, new beginning, एक नई शुरुआत, a reborn. एक नया जन्म. മനസ്സിലാകുന്നുണ്ടോ? कितने लोग समझ रहे हैं? ഇന്ന് പകൽക്കാലം ദൈവം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. आज परमेश्वर आपसे बातचीत कर रहा ഇന്ന് है. പകൽക്കാലം മനുഷ്യന്റെ ശബ്ദമല്ല നീ കേൾക്കുന്നത്. आप मनुष्य का शब्द नहीं सुन रहे, ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദമാണ്. आप परमेश्वर का शब्द सुन रहे അത് हैं. നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. उसको जैसे जैसे मिले लेते रहना. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. यदि आप नहीं लोगे कोई बात नहीं, मैं ले लूंगा. ഹല്ലേലൂയ. हालेलुया. ഏറ്റെടുക്കണോ? आप लोगे, ഏറ്റെടുക്കണോ? स्वीकार ഇന്ന് करोगे. പകൽക്കാലം നിന്റെ ചരിത്രം മാറും. आज से इतिहास बदल रहा है. നിന്റെ ചരിത്രം മാറും. आपका इतिहास बदल रहा നിന്റെ है. ചരിത്രം മാറും. आपका इतिहास बदल നിന്റെ रहा है. ചരിത്രം മാറും. इतिहास बदलेगा. ഹല്ലേലൂയ. हालेलुया, ആമേൻ. हालेलुया. പണ്ട് പറയും ഈ പെന്തക്കോസിലെല്ലാം കൂടുതൽ ഇളക്ക ശുശ്രൂഷ അതൊന്നും അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പ്രസംഗിക്കുന്നതാണ്. और ആൾക്കാരൊന്ന് എനർജി ചെയ്യാൻ വേണ്ടി. लोग कहते हैं कि पेंटेकोस्त वाले सेवक है जितने भी लोगों को थोड़ा उकसाने के लिए, ऊर्जस्व करने के लिए कुछ भी हिला फिला कर भेजते रहते हैं. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ലതങ്ങ് പറയും, പൊക്കി പറയും, അടിച്ചങ്ങ് പോകും. लोग कहते हैं ये तो फूंक मार कर फुला रहा है. അവിടെ അങ്ങ് രാജ്യത്ത് പോ, ഇവിടെ പോ, तो उस देश में जाएगा, इस देश में जाएगा, ये करेगा, वो करेगा. അങ്ങനെയാണ് കേട്ടോ. यदि ऐसा फूल रहे हैं तो फूलने दो. എന്റെ ദൈവം അങ്ങനെയാ തുടങ്ങിയത്. मेरा परमेश्वर शुरुआत ऐसे ही करता എന്റെ है. ദൈവം അങ്ങനെയാ തുടങ്ങിയത്. परमेश्वर ने शुरुआत ऐसे ही करी. നീ ഒരു അനുഗ്രഹമായിരിക്കും. तू आशीष बनेगा. അനേകർക്ക് അനുഗ്രഹമായിരിക്കും. तू कईयों के लिए आशीष बनेगा. നിന്നിൽ കൂടെ, तेरे द्वारा, കൂടെ तेरे द्वारा വംശങ്ങൾ. वंश. ഹല്ലേലൂയ. हालेलुया. ഒരു വംശമല്ല, വംശങ്ങൾ. एक वंश नहीं, अनेक वंश. എന്റെ ദൈവം मेरा परमेश्वर എന്റെ പിതാവായ അബ്രഹാമിനോട് പറഞ്ഞത്, मेरे पिता अब्राहम से यूं कहता है. ദൈവം ഇളക്കാൻ പറയുന്നവനല്ല, परमेश्वर हिलाने के लिए नहीं कह रहा. അവൻ പറഞ്ഞാൽ പറഞ്ഞതാ. उसने कह दिया तो कह दिया. മനസ്സിലാക്കുന്നവർ, कितने लोग समझ रहे हैं? മനസ്സിലാക്കുന്നവർ, कितने लोग समझ रहे हैं? മനസ്സിലാക്കുന്നവർ, कितने लोग समझ रहे ദൈവം हैं? പറഞ്ഞതാ. यदि परमेश्वर ने बोल दिया तो बोल दिया. പറഞ്ഞതാ. उसने कह दिया तो कह दिया. ആമേൻ. आमीन. ഹല്ലേലൂയ. हालेलुया. സ്വപ്നം കണ്ട ജോസഫിന്റെ അടുത്ത് പറഞ്ഞു, നീ പൊട്ടനടാ. स्वप्न देखने वाले उस यूसुफ ने देखा कि वो अंधे कूप में पड़ा है. സ്വന്തം വീട്ടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവനാണ് വാഗ്ദത്തങ്ങൾ. खुद के आंगन से निकल नहीं पा रहा, बड़े बड़े वायदे देख रहा है. ഹല്ലേലൂയ. हालेलुया. മനസ്സിലായില്ലേ? समझ में आ रहा है? ആമേൻ. आमीन. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവാദം ഇല്ല. खुद के घर से निकलने की इजाजत नहीं है. ചേട്ടന്മാര് എന്നും എല്ലാം കഴിഞ്ഞിട്ട് വന്ന് കഥകൾ പറയും. നമ്മൾ അവിടെ പോയിട്ട് പറയും, നമ്മളെ ഇന്നൊരു പുലിയെ കണ്ടു. और भाई जब भी घूम फिर कर आते थे तो वो आकर कहते, अरे आज हमने एक चीता देखा. അപ്പൊ ജോസഫ് പറയും, तब यूसुफ कहेगा, പുലി എങ്ങനെയുണ്ട്? चीता कैसे दिखता है? അപ്പോഴേ പുലിക്ക് പുള്ളി ഉണ്ടായിരുന്നു. तो उसने बोला कि चित्तेदार चीता है. അപ്പൊ ഇവൻ വന്ന് മറ്റേ സഹോദരനോട്, നിങ്ങൾ ഇന്ന് പുലിയെ കണ്ടില്ല, പുള്ളിയുള്ള പുലി. तो वो आकर भाइयों को, आपने चित्तेदार चीता देखा था? കളിയാക്കും. मजाक उड़ाते उसकी. ഹല്ലേലൂയ. हालेलुया. അവൻ നിന്നെ പറ്റിച്ചതാ, ഇത് വരവുള്ള പുലിയാ. तो उसने बोला, भैया चित्तेदार नहीं है, धारीदार है. അപ്പൊ ഇവന് ഭയങ്കര ആഗ്രഹം. तब इसके मन के अंदर इच्छा. അന്ന് സൂവൊന്നുമില്ലല്ലോ.
उस समय चिड़ियाघर तो है नहीं है, ഹല്ലേലൂയ. था नहीं, ഇവന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റുന്നില്ല. घर से बाहर निकल नहीं सकता. ഇവനൊരാഗ്രഹം, ഒരു ദിവസം ഞാൻ പുറത്ത്. उसके मन में एक दिन जरूर बाहर निकलूंगा. ഹല്ലേലൂയ. हालेलुया. പക്ഷേ വാഗ്ദത്തെ മുറുകെ പിടിച്ച്, വാഗ്ദത്തം മുറുകെ പിടിച്ചു. उसने वायदे को कसकर पकड़ लिया. ഇവന്റെ സാഹചര്യം ഇവന് ആരും ഒരു പ്രശ്നമല്ലായിരുന്നു. परिस्थिति परवाह नहीं करी. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. എത്രത്തോളം ഒതുക്കിയാലും जितना भी वो दबा ले, ചിലര് ശുശ്രൂഷ ഒതുക്കുന്ന സ്നേഹം കൊണ്ടാ. कईयों की सेवकाई पर दबाव प्रेम की वजह से पड़ता, प्रेम उनको दबाता है. ഹല്ലേലൂയ. हालेलुया. നീ ഇവിടെ അല്ലേ നിന്നാ മതി മോനെ. अरे यार तू तो यहीं रह, मेरा बेटा है ना तू. നമ്മള് സ്നേഹമല്ലേ, तो हम सोचते हैं यार इतना प्यार करता, चलो यहीं വിട്ടിട്ട് पे എങ്ങനെ रहता പോവാൻ हूं. പറ്റുക? तो कैसे जाऊंगा? മനസ്സിലായില്ല. समझ में नहीं आई मेरी बात. ആദ്യത്തെ ബന്ധനം, पहला बंधन, നിന്റെ മേലൊരു വലിയ ദൂതുണ്ടെങ്കിൽ, आपके ऊपर यदि बड़ा वायदा है, നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, यदि आप पर कोई वायदा है, അപ്പം പറയും ചത്ത ആര് വെള്ളം തരും? तो पिता कहेगा यार मरने के पहले कौन पानी पिलाएगा? മനസ്സിലായവർ? समझ में आई? ഹല്ലേലൂയ. हालेलुया. ഇതുപോലെ ചില ബന്ധനത്തെ ദൈവം പൊട്ടിക്കുക. लेकिन आज सुबह परमेश्वर ऐसे बंधनों को तोड़ रहा है. നീ പുറത്തു വരാൻ പോകുകയാണ്. तू बाहर निकल रहा है. റോസോദന ഹദന മനഗദന റംധുനി ഖമനഗദന. നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. तू यहाँ पर दब न पाएगा. നിന്റെ ഭാവിയെ, നിന്റെ ശുശ്രൂഷ ഒതുക്കുവാൻ കഴിയത്തില്ല. तेरी सेवकाई को कोई दबा न पाएगा. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ദൈവം ഉയർത്തിയ അവിടെയുള്ള ദൈവത്തിന്റെ അതിരിനെ പൊട്ടിച്ചാൽ, यदि परमेश्वर ऊंचाई दे दे, सीमा को तोड़ दे, എത്ര വലിയ മതിൽ കെട്ടിയാലും പിന്നെ അവിടെ നിൽക്കത്തില്ല. कितनी भी बड़ी दीवार बन जाए टिक नहीं पाएगी. ആമേൻ. आमेन. പക്ഷെ നീ ചലിച്ചു തുടങ്ങണം. लेकिन उसके लिए आपको भी चलना है. ആമേൻ. आमेन. മനസ്സിലാവുന്നുണ്ടോ? समझ में आ रही है? ആമേൻ. आमेन. മിസ്രൈം ദേശത്ത് ഇരിക്കുന്നിടത്തോളം കാലം യെരിഹോ മതിൽ അവിടെ നിൽക്കും. जब तक मिस्र में रहोगे यरीहो की दीवार रहेगी. ഹല്ലേലൂയ. हालेलुया. ചെങ്കടൽ അവിടെ കിടക്കും. लाल समुद्र वहीं रहेगा. അതിന് ഒരു പ്രശ്നവും ഇല്ല. कोई दिक्कत उनको नहीं होगी. യോർദാൻ അവിടെ നിൽക്കും. यरदन वहीं रहेगी. ആമേൻ. आमेन. പക്ഷെ നീ ചലിച്ചു തുടങ്ങിയ, लेकिन जब तुमने निकलना शुरू कर दिया, വാഗ്ദത്തത്തിലേക്ക് നീ ചലിച്ചു തുടങ്ങിയ, वायदे की ओर बढ़ना शुरू कर दिया, ഈ വാഗ്ദത്തത്തിലേക്ക് ചലിച്ചു തുടങ്ങിയപ്പോൾ, वायदे की ओर बढ़ना शुरू करते ही ചെങ്കടലായാലും लाल समुद्र हो, യോർദാൻ ആയാലും यरदन हो, അക്കരെ കാണാൻ പറ്റാതെ उस पार न देख पाओ, ഓ നിറഞ്ഞു നിൽക്കുന്ന उतनी बड़ी ഓ യെരിഹോ മതിലായാലും यरीहो की दीवार അത് हो, കീഴെ വീഴും. उसको गिरना पड़ेगा. മനസ്സിലാക്കുന്നവർ കരങ്ങളെ തട്ടി. कितने लोग ताली बजाकर റാംസോധന ഹത്തുനവന ഗദന രാംധോയ്. ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽക്കല്ല ചലിച്ചു തുടങ്ങാൻ റെഡി ആയിക്കോണം. आज सुबह निकल कर चलना शुरू हो जाए. ചിലതിനെ വിടണം. कईयों कुछों को छोड़ दे. ഹല്ലേലൂയ. हालेलुया. ചിലതിനെ വിടണം. कईयों को छोड़े. ഹല്ലേലൂയ. हालेलुया. You have to walk towards your promise. आपको अपने लक्ष्य की ओर चलना है, वायदे की ओर चलना है, വാഗ്ദത്തങ്ങളിലേക്ക് ചലിച്ചു തുടങ്ങണം. वायदे की ओर चलना शुरू करना है. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ വാഗ്ദത്തത്തിലേക്ക് ചലിക്കുമ്പോഴാണ് जब तुम वायदे की ओर चलोगे, നിന്റെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന ചെങ്കടൽ പിളരുന്നത്. वायदे के बीच में आने वाला लाल समुद्र फट जाएगा. അല്ലെങ്കിൽ നീ ഹല്ലേലൂയ ഇത് മക്കളെ മനസ്സിലാക്കുന്നവ. आज सुबह समझिएगा. ഹല്ലേലൂയ. हालेलुया. ഞാനിങ്ങനെ ചിന്തിക്കും, मैं इस प्रकार सोचा करता हूँ. ഇവര് ചലിച്ചു തുടങ്ങി കുറച്ചൊരു ആദ്യം വന്നപ്പം കണ്ട ചെങ്കടല. जैसे ही चलना शुरू किया, सबसे पहले लाल समुद्र दिखाई दिया. ഹല്ലേലൂയ. हालेलुया. അതിൽ മോശയും വിചാരിച്ചു ഇനി അങ്ങോട്ട് പോക്ക് നടക്കില്ലെന്ന് തിരിച്ചു വന്ന ഇവരുടെ ഗതി എന്തായേനെ. तो मूसा भी सोचने लगा आगे तो जा नहीं पाएंगे, वापस आगे तो क्या हाल होगा. ഹല്ലേലൂയ. हालेलुया. ചിന്തിച്ചിട്ടുണ്ടോ? सोचा आपने कभी? നമ്മളിവിടെ ഒരു കണക്കെല്ലാം പറഞ്ഞു 430 വർഷത്തിലെ കണക്ക് പറഞ്ഞു. हमने यहाँ पर अभी थोड़ी देर पहले गिनती वगैरह देखी, 430 साल की गिनती. ഇത് 860 ആയനെ. ये 760 हो जाता. ഹല്ലേലൂയ. പലരുടെ ക്രിസ്തീയ ജീവിതം അങ്ങനെയാ. क्यों कईयों की मसीह जिंदगी ऐसी है. അങ്ങനെയല്ലേ? ऐसा ही है ना, आगे भी नहीं पीछे भी नहीं. ഇറങ്ങി തിരിച്ചു. निकल तो पड़े.
ചെങ്കടൽ കണ്ടപ്പോ, लाल समुद्र दिखते ही, പുറകെ വരുന്ന ശത്രുവിനെ കണ്ടപ്പോ, पीछे के दुश्मन को देखते ही ഇതിനൊന്നും വയ്യ നമുക്ക്. बस यहीं पर सेटल हो जाते हैं. ഓ, ഇതിനൊന്നും എന്തിനായി കഷ്ടം? ओह, इतना दुख, इतनी कोशिश क्यों? चलते हैं ऐसे ही. ഹല്ലേലൂയ. हालेलुया. ഒരു കോംപ്രമൈസ്. एक समझौता. മിസ്രൈമിൽ നമ്മളെല്ലാം അടിമയായിട്ട് അങ്ങ് നിന്നോളാം. मिस्रियों को जाकर कहेंगे हम आपके नौकर चाकर बन के जिंदगी गुजार लेंगे, मैं जैसे तैसे काट लेंगे, പിന്നെ മക്കളെല്ലാം എന്തെങ്കിലും വളർന്ന് അവര് ചെയ്യണമെങ്കിൽ और हमारे बच्चे बाद में कुछ करे तो करे. മോശം പറയും ഇപ്പൊ 80 വയസ്സല്ല ഇനി मैं मूसा कहता വേറെ 2-3 വളർന്ന് വരുന്നുണ്ട്, അവരെല്ലാം വളരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. वैसे भी 80 का हो गया, अब जो छोटे बट्टे जो बढ़ रहे हैं वो करेंगे ना, हम आराम से रहते हैं. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. മനസ്സിലാകുന്നുണ്ടോ? क्या ऐसा कुछ वहां पे हुआ? ആമേൻ. പക്ഷേ മോശ मूसा തീരുമാനമെടുത്തു, उसने ठान लिया, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, मैं परमेश्वर पर भरोसा എന്നെ रखूंगा, വിളിച്ചവനെ ഞാൻ തിരിയും. मुझे बुलाने वाले पर भरोसा रखूंगा. നിന്നെ വിളിച്ചവനിലേക്ക് നീ തിരിയുമെങ്കിൽ, आप जब बुलाने वाले की ओर फिरोगे, നിന്നെ വിളിച്ചവനിലേക്ക് നീ തിരിയുമെങ്കിൽ, जब आप बुलाने वाले की ओर फिरोगे, അവനിലേക്ക് നീ നടക്കുമെങ്കിൽ, उसकी ओर जब आप चलोगे, അല്ല നിന്റെ മുമ്പിലിരിക്കുന്ന ചെങ്കടൽ പിളരുന്നത് നീ കാണും. आपके आगे के समुद्र को फटता हुआ तुम देखोगे. മനസ്സിലാകുന്നുണ്ടോ? कितने लोग समझ रहे हैं? ഹല്ലേലൂയ. ചില ചെങ്കടൽ കണ്ട് കുരുങ്ങിക്കിടക്കുന്ന ചിലരെ ദൈവാത്മാവ് കാണിക്കുന്നു. लाल समुद्र को देख खुद को दबाकर खड़े कुछ लोगों को प्रभु मुझे दिखा रहा है, വ്യക്തമായ ദൈവം വെളിപ്പെടുത്തുകയാണ്. स्पष्ट मुझे बता रहा है. ഇന്ന് പകൽക്കാലം പറയുക, आज सुबह मैं कहता हूं, ഇന്ന് ചലിക്കേണ്ട ദിവസമാണ്. आज चलने का दिन है. നിന്റെ മുമ്പിൽ ചെങ്കടൽ പിളരുന്ന ദിവസം, आपके सामने लाल समुद्र को फटते हुए देखने നിന്റെ का മുമ്പിൽ दिन, ചെങ്കടൽ പിളരുന്ന ദിവസമാണ്. आपके सामने लाल समुद्र के फटने का दिन. വിശ്വസിക്കാമൽ ദൂതേറ്റെടുത്താട്ടെ, यदि विश्वास करो तो उस वचन को स्वीकार करें, ദൂതേറ്റെടുത്താട്ടെ. इस वचन को स्वीकार ഓ, करें. ബേക്കിലിരിക്കുന്ന ചില വ്യക്തികളോട് വ്യക്തമായ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. यहाँ पर बैठे हुए लोगों से स्पष्ट प्रभु कह रहा है, ചില ചെങ്കടൽ പിളരുന്ന ദിവസമാണ്. ये आपके लाल समुद्र के फटने का ചില दिन है. ചെങ്കടൽ പിളരുന്ന ദിവസമാണ്. आपके लाल समुद्र के फटने का दिन. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. അബ്രഹാമിന്റെ ഉള്ള വാഗ്ദത്തം വലുതാ. अब्राहम का वायदा बड़ा है. അബ്രഹാമിന്റെ മേലുള്ള വാഗ്ദത്തം വലുതാ. अब्राहम का वायदा बड़ा है. ഹല്ലേലൂയ. നമ്മൾ അബ്രഹാമിന്റെ സന്തതികളാവുമ്പോൾ അബ്രഹാമിന്റെ വാഗ്ദത്തം വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. जब हम अब्राहम के वंश हैं तो हमें पता होना चाहिए अब्राहम का वायदा क्या क्या है. ചിലർ വിചാരിക്കും അയ്യോ എന്റെ തലയിൽ വെച്ച് പാസ്റ്റർ ഒന്നും പറഞ്ഞില്ലല്ലോ, कुछ लोग बोलते हैं यार मेरे सिर पर पादरी ने हाथ रखकर कुछ बोला क्यों नहीं, എനിക്കൊരു ദൂത് ഇതുവരെയും പറഞ്ഞില്ലല്ലോ. मेरे बारे में कोई वाणी क्यों नहीं बताई. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാ, मैं हमेशा एक बात कहता हूं, പാസ്റ്റർ നിന്റെ തലയിൽ വെച്ച് പറയണ ദൂത് ദൈവം തന്ന ദൂതിനായിട്ടും ചെറുതാ. और यहाँ पे आप पास्टर जो आपके सिर पर हाथ रखकर कहते हैं वो परमेश्वर के कहने से नीचा ही होता है. മനസ്സിലായില്ലേ? समझ में नहीं आई? കാരണം വലിയ ദൂത് നിങ്ങൾക്ക് മനസ്സിലായില്ല, അത് എടുക്കാതിരിക്കും, പിന്നെ ഇത് ചെറുതെങ്കിലും പിടിച്ചോന്നാ. तो पता है वो हाथ रखकर क्यों बोलते हैं? क्योंकि मैं बड़ा बोलूंगा समझ में नहीं आएगी, इसलिए कम से कम ला छोटा वाला ले ले. മനസ്സിലായ? समझ में आ गई? ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ആ, അതാ പ്രശ്നം. यही है हमारी समस्या. നമ്മൾ കേൾക്കാനിരിക്കുന്ന ദൂത് ദൈവത്തിന്റെ ദൂതിനേക്കാളും ചെറുതാണ്. हम जो वचन सुनने की इंतजार में बैठे हैं वो വാഗ്ദത്തം, हाँ, നമ്മുടെ ദൈവീയ जो परमेश्वर के वायदे को सुनने की इंतजार में बैठे हैं वो यहाँ सुन रहे वायदों से छोटा है. ദൈവം ഓൾറെഡി തന്ന, ദൈവം ഓൾറെഡി നിന്റെ മേൽ, നിന്റെ ദൂത്, നിന്റെ കുടുംബത്തിന്മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ തലമുറയുടെ മേൽ പറഞ്ഞ ദൂതിനേക്കാളും ചെറുതാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, यदि यहाँ पर हम कुछ भी कहते हैं वो उनके द्वारा आपको मिले गए परिवार पर, सेवकाई पर, जीवन पर मिले गए वायदों से छोटा ही होगा. കാരണം ഓൾറെഡി വെൻ യു ആർ കോൾഡ്, ദൈവം നിന്നെ വിളിച്ചപ്പോൾ തന്നെ, क्योंकि परमेश्वर ने जब आपको एक बार बुला लिया ഏറ്റവും വലിയ വാഗ്ദത്തവും ഏറ്റവും വലിയ ദൂതും തന്നാ നിന്നെ तो പുറത്തെടുക്കുക. सबसे बड़ा वायदा देखकर बुलाया है. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെ കവിഞ്ഞൊന്നുമില്ല. उससे बड़ा
अब कुछ नहीं मिलने അതിൽ वाला, കൂട്ടാനൊന്നുമില്ല. उसमें कुछ जोड़ नहीं पाएंगे। എത്രർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग को समझ में आ रही है? മനസ്സിലാകുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ यदि समझ ബോധപ്പെടുത്തിയാട്ടെ. में आ रही है तो जोर से You ताली receive बजाकर it. उसको स्वीकार You करें, receive it. उसे स्वीकार करें। ആമേൻ. आमेन। അബ്രഹാമിന് കൊടുത്ത ദൂതുകളും വാഗ്ദത്തങ്ങളും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ यदि अब्राहम को मिलेंगे परमेश्वर के वायदों को और उसको मिले हुए हमारे वायदों को यदि तुलना कर कर देखें, എന്റെ അടുത്ത് ഏതെങ്കിലും ഒരു പാസ്റ്റർ ദൂത് പറഞ്ഞ് അതെല്ലാം ചെറുതായിട്ട് ഞാൻ കാണത്തുള്ളൂ. मेरे को यदि कोई पादरी आकर बताता है तो उस वचन से मैं नीचे ही, वायदे से नीचे ही देखता हूं। ആമേൻ. आमेन, ആമേൻ. आमेन, ആമേൻ. आमेन। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। എത്രക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ रहे हैं मेरी बात? ആ വലുത് മനസ്സിലാകത്തോണ്ടാണ് ചെറുതിൽ ദൈവം നിന്നെ ഒതുക്കെ സന്തോഷിപ്പിക്കുന്നേ. हाँ, बड़ा वचन समझ में, वायदा समझ में नहीं आ रहा, इसलिए छोटा मोटा देखकर आपको खुश कर देता है। അത് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും ഇളകുക. और जब छोटा वाला सुनकर आप इतना हिलते हो। എത്രക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ रहे हैं मेरी बात? മനസ്സിലാകുന്നവർ कितने लोग समझ रहे हैं? ഇന്ന് പകൽക്കാലം നിന്റെ മേലുള്ള വാഗ്ദത്തം, നിന്റെ മേലുള്ള ദൂത് വലുതാണ്. सुनिएगा, आपको मिला हुआ असली वायदा वो बहुत बड़ा है। ആമേൻ. आमेन, ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഒന്നുകൂടെ അബ്രഹാമിന് കൊടുത്ത ആ വാഗ്ദത്തത്തിലേക്ക് 12-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് അങ്ങോട്ട് തിരിയാം. तो आइए थोड़ा सा अब्राहम के वायदे की ओर थोड़ा चलकर देखते हैं। 12:1 ഒന്ന്, ഞാൻ നിന്നെ വലിയൊരു ജാതി ആക്കും. मैं तुझे बड़ी जाति बनाऊंगा। ഞാൻ നിന്നെ मैं तुझे വലിയൊരു बड़ी ജാതി ആക്കും. जाति बनाऊंगा। അടുത്ത, अगला, നിന്നെ അനുഗ്രഹിച്ച് तुझे आशीष दूंगा, നിന്റെ പേർ വലുതാക്കും. तेरे नाम को बड़ा बनाऊंगा, നീ ഒരു അനുഗ്രഹമായിരിക്കും. तू एक आशीष बनेगा। ഇതിനപ്പുറം ഒരു വാഗ്ദത്തം വേണോ? इससे बड़ा वायदा काहे को? മനസ്സിലായോ? समझ में आ रही है? ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ഇതിനപ്പുറം വലിയൊരു വാഗ്ദത്തം വേണോ? इससे बड़े वायदे की क्या जरूरत है? ആമേൻ. आमेन, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। നിന്റെ ഒരു വലിയ ജാതിയാക്കും. आपको बड़ी जाति बनाऊंगा। ആമേൻ. आमेन। ഇതിനപ്പുറം എത്ര വലിയ നിന്റെ പേര് വലുതാക്കും. आपका नाम बड़ा करूंगा। ചിലർ പറയും എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അയ്യോ എന്നെ ആരും അറിയത്തില്ല, എന്നെ ആരെന്ന് ആർക്കും അറിയത്തില്ല, എന്റെ ശുശ്രൂഷ എല്ലാം ഇങ്ങനെ ഞാൻ ഒതുങ്ങി കിടക്കുക. कुछ लोग बोलते हैं मेरी कोई परवाह नहीं करता, मेरा कोई नाम नहीं जानता, मेरी सेवा वहां फंसी पड़ी है। എന്റെ ചർച്ചിനെ ആർക്കും അറിയത്തില്ല, നല്ലൊരു പേരില്ല, എന്നെ പറ്റി നല്ലതാരും പറയുന്നു, मेरे को कोई എന്നെ बुलाता, റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. मेरी कोई सिफारिश नहीं करता, मुझे कोई बुलाता तक नहीं। ഇന്ന് ദൈവം പറയും ഞാൻ നിന്റെ പേർ വലുതാക്കും. अरे परमेश्वर खुद कहता है मैं बड़ा करूंगा तेरा नाम, ഓ നിന്റെ പേർ ഞാൻ വലുതാക്കും. तेरा नाम मैं बड़ा करूंगा। ഇത്രയൊക്കെ മനസ്സിലാവും. कितने लोग समझ रहे हैं? ഇതിനപ്പുറം വലിയ വാഗ്ദത്തം വേണോ? इससे बड़ा वायदा किस लिए चाहिए? വേണോ? चाहिए क्या हमको इससे बड़ा कोई? മനസ്സിലാവുന്ന എത്ര പേരുണ്ട്? समझिएगा इसे। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। നിന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ദൈവമാണ്. आपका सिफारिश करता परमेश्वर है। മനസ്സിലാവുന്നവർ കരങ്ങളെ തട്ടി यदि समझने वाले ताली बजाकर स्वीकार करें। ഓ ഇന്ന് പാൽക്കാല ദൈവാത്മ പറയാം നിന്റെ പേർ ദൈവം വലുതാക്കും. आज पवित्र आत्मा कहता है कि तेरा नाम वो बड़ा करेगा, നിന്റെ പേർ വലുതാക്കും. तेरा नाम बड़ा करेगा। ആമേൻ. आमेन। അയ്യോ കടഭാര പാസ്റ്ററേ. पादरी साहब कर्ज है। ഹല്ലേലൂയ. हालेलुया, ആമേൻ. आमेन। ഞാൻ കുറ്റം പറയുന്നില്ല, ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലെല്ലാം പോകാറുണ്ടല്ലോ, मैं പറഞ്ഞതുപോലെ आरोप नहीं लगा रहा हूँ। उत्तर भारत वगैरह में मैं यूं भ्रमण करता रहता हूँ। അവിടുത്തെ കഷ്ടമാണ്, പാസ്റ്റേഴ്സിന്റെ കാര്യങ്ങളെല്ലാം കഷ്ടമാണ്, ബുദ്ധിമുട്ടാണ്. वहाँ के पादरियों की यदि बात करें तो बड़े दुख की बात है, कष्टों को सहते हैं वो। ഹല്ലേലൂയ. സമ്പത്തില്ല, पैसे नहीं है, കാരണം ഉള്ള
വില്ലേജിലെല്ലാം പോകുമ്പോൾ വിശ്വാസികൾക്കൊന്നും പൈസ ഇല്ല, പാവങ്ങളാ. और गांवों में जाते हैं, विश्वासियों के पास में पैसे नहीं है, गरीब लोग हैं। നല്ലൊരു ബിൽഡിംഗ് വെക്കാനോ നല്ലൊരു ആലയം വെക്കാനോ ഒരു സമ്പത്തില്ല. एक अच्छा भवन नहीं बना सकते, इमारत नहीं बना सकते, पैसे नहीं है। ഹല്ലേലൂയ. हालेलुया। നമ്മൾ പൈലറ്റ് എന്നെല്ലാം പോകുമ്പോൾ അവർ വിചാരിക്കും നമ്മുടെ കയ്യിൽ നിറയെ ഇങ്ങനെ പൈസ तो जब ഇല്ല. हमारा परिचय करवाया जाता है पायलट है तो आशा रहती है उनको भी कुछ निकलेगा। ഹല്ലേലൂയ. हालेलुया। ആ പോയ ഉടനെ അവര് ലിസ്റ്റ് നമുക്ക് അയച്ചു തരും. और जैसे ही वहां पहुंचे तो हमारे वापस पहुंचते ही पूरी लिस्ट हमको मिलती है। ബിൽഡിംഗ് വേണം, इमारत चाहिए, ഹല്ലേലൂയ, ആവശ്യങ്ങള്. अपनी सारी जरूरतों അവര് की सूची। അവര് ആക്ച്വലി ഇല്ലാത്തോണ്ടാ എഴുതിയിരിക്കുന്നത്. वास्तव में उनके पास में नहीं है, इसलिए भेज रहे हैं। അവരെ കുറ്റം ഞാൻ പറയുന്നില്ല. उन पर मैं आरोप नहीं लगा रहा, പക്ഷെ ഇന്ന് പകൽക്കാലം लेकिन आज सुबह നിങ്ങളോട് രഹസ്യം പറയാ. आपको एक गुप्त बात ഈ बताता हूं। ദൂത് മനസ്സിലാക്കിയാൽ इस वचन को समझ गए നീ ആരുടെ മുമ്പ് കൈ तो നീട്ടത്തില്ല. आप किसी के सामने हाथ नहीं पसारोगे। ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. ये वायदा तुझे बुलाने वाला विश्वास योग्य, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. हमें बुलाने वाला विश्वास योग्य। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ദൈവം നിന്നെ അനുഗ്രഹിക്കാം. परमेश्वर आपको आशीष देगा, നീ ഒരു അനുഗ്രഹമായിരിക്കും. आप खुद आशीष बनेंगे, നീ ഒരു അനുഗ്രഹമായിരിക്കും. आप खुद एक आशीष बनेंगे, നീ ഒരു അനുഗ്രഹമായിരിക്കും. आप एक आशीष बनेंगे। ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാക്യം, अगला वचन, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. जो तुम्हें आशीष देगा उसे मैं आशीष दूंगा, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. जो तुझे शापित करेगा उसको मैं शापित करूंगा। നീ ശപിക്കാനൊന്നും പോണ്ട. आप शाप मत देना। മനസ്സിലായില്ല. समझ में नहीं आई। അവർ ഒന്ന് ശപിച്ചാൽ നമ്മൾ മൂന്ന് ശപിച്ചില്ലെങ്കിൽ നമ്മൾ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. हम पता क्या बोलते हैं, एक शाप दिया तो कम से कम 3 उल्टा नहीं दिया तो मर्द थोड़े ही हूं। പിന്നെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? उसके बाद में तो चुल्लू भर पानी में डूबना सही। ഹല്ലേലൂയ. हालेलुया। ദൈവം നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിച്ചോളാം. वहां पे जो तुमको शाप देता तुम नहीं, मैं शाप दे दूंगा। മനസ്സിലാകുന്നുണ്ടോ? समझ में आ रही है? കാരണം നീ അനുഗ്രഹിക്കപ്പെടാനുള്ളവനാ. हम आशीष बनने वाले लोग हैं। നീ ശപിച്ചു തുടങ്ങിയാൽ നിന്റെ മേലുള്ള വാഗ്ദത്തം നിറവേറത്തില്ല. आप शाप देना शुरू कर देंगे तो जो वायदा मिला उसको पूरा करने का टाइम नहीं मिलेगा। അതിനകത്ത് എന്താ പറയാ? നീ ഒരു അനുഗ്രഹമായിരിക്കും. वचन क्या कहता है, आप एक आशीष बने। നീ ഒരു അനുഗ്രഹമായിരിക്കണമെങ്കിൽ आपको यदि आशीष बनना है നിന്റെ ശാപിക്കുന്ന പരിപാടി तो നിർത്തിക്കോളൂ. शाप देने वाली बात पर आज ताला लगाना है। മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? कितने लोग समझ रहे हैं? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ रहे हैं? ഇന്ന് പകൽക്കാലം നിന്റെ മേലുള്ള വാഗ്ദത്തം നിറവേറണമെങ്കിൽ, अपने ऊपर वायदे को यदि पूरा करना നിന്റെ चाहते മേലുള്ള हो, വാഗ്ദത്തം പുറത്തു വരണമെങ്കിൽ, आपके वायदे को यदि बाहर निकालना चाहते हो, നീ അടുത്തവനെ ശപിക്കുന്നതും കുറ്റം പറയണം നിർത്തണം. आप लोगों पर इल्जाम लगाना, शाप देना आज बंद कर दे। മനസ്സിലാവുന്നുണ്ടോ? समझ में आ रही है? ഹല്ലേലൂയ. हालेलुया। രണ്ടും ഒരിടത്തുനിന്ന് വരത്തില്ല. आप दो सौ में से दो चीजें एक सोच से नहीं निकलती हैं। ഹല്ലേലൂയ. हालेलुया। അങ്ങനെയാണല്ലോ. ऐसा ही होता है। ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നീ ഒരു അനുഗ്രഹമായിരിക്കുന്നു വചനം പറഞ്ഞ് നീ ശപിച്ചു തുടങ്ങിയാൽ എങ്ങനെയാ? और यदि वचन कहता है कि हम आशीष बनेंगे तो हम में से शाप निकल कैसे सकता है? ഹല്ലേലൂയ. हालेलुया। അടുത്ത് പറയുന്നു, उसके बाद- നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. और उसमें लिखा हुआ कि तेरे द्वारा पृथ्वी के सारे वंश आशीष पाएंगे। ആമേൻ. आमेन। കഞ്ഞിക്കുഴിയിലെ കോട്ടയത്തുള്ളവർ മാത്രമല്ല, कन्याकुड़ी तो छोड़ो, कोट्टयम वाले ही नहीं, പഞ്ചാബിൽ ഉള്ളവർ മാത്രമല്ല, केवल पंजाब वाले नहीं, ഒറീസയിലുള്ളവർ മാത്രമല്ല, केवल ओडिशा वाले नहीं। മനസ്സിലായില്ലേ? समझ में आ യു रहा है? പിയിലുള്ളത് മാത്രമല്ല. केवल उत्तर प्रदेश वाले नहीं। എന്താ എഴുതിയിരിക്കുന്നേ? क्या लिखा हुआ है? ഭൂമിയിലെ, पृथ्वी के, ഭൂമിയിലെ. पृथ्वी के। ആമേൻ. आमेन। വാഗ്ദത്തം വലുതാണോ ചെറുതാണോ? तो बताइए वायदा बड़ा है या छोटा है? ആമേൻ. आमेन, ആമേൻ. आमेन, ആമേൻ. आमेन, ആമേൻ. आमेन। ഹല്ലേലൂയ. हालेलुया। നിന്റെ വാഗ്ദത്തം ഒരു ദേശത്തിൽ ഒതുക്കാനുള്ളതല്ല. आपका वायदा एक क्षेत्र में सीमित नहीं हो सकता। നിന്റെ മക്കൾ നിന്റെ കുടുംബത്തിലും ഒതുക്കാനുള്ളതല്ല. आपके बच्चे एक परिवार में सीमित नहीं हो सकते।
മനസ്സിലായില്ലേ? समझ में नहीं आ रहा। ചിലരുടെ വാഗ്ദത്തം എല്ലാം കുടുംബത്തിന് അവരുടെ ബിസിനസ്, അവരുടെ വീട്, അവരുടെ മക്കളെ പഠിത്തം, അവരുടെ മക്കളുടെ ഭാവി, മക്കളുടെ കുടുംബം, മക്കളുടെ പിന്നെ കൊച്ചു തലമുറയുടെ ഒതുക്കുക. कई अपने वायदों को मैं, मेरा परिवार, मेरे बच्चे, बच्चों के बच्चे, बच्चे के नाती पोते, उनका सब कुछ सीमित, बस उतना। വചനം പറയുന്നു, നീ ഭൂമിയിലെ സകല ജാതികൾക്ക് വംശങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. वचन कहता है कि तू पृथ्वी के सारे घरानों के लिए आशीष बनेगा। ഇന്ന് പാൽക്കാലം നിനക്ക് ഒന്നുമായി, നീ ഒന്നുമായിട്ടില്ല. और आप सोच रहे होंगे कि उसके बारे में मैं कुछ नहीं हुआ। വാഗ്ദത്തത്തിന്റെ ഒരു പടിയിൽ നീ എത്തിയിട്ടില്ല. वायदे के एक सीढ़ी पर तू अभी तक नहीं चढ़ा। ഇന്ന് പാൽക്കാലം അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, आज एक अगला कदम, അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, एक अगली सीढ़ी। ഈ കോൺഫറൻസ് കഴിയുമ്പോൾ നീ എടുത്തു വയ്ക്കണം. इस कॉन्फ्रेंस के तुरंत बाद अगला कदम रखना। മനസ്സിലാക്കുന്നവർ കരങ്ങളെ തട്ടി തൂതേറ്റെടുത്താട്ടെ. यदि समझ रहे हैं तो ताली बजाकर यीशु का धन्यवाद। നിന്നിൽ കൂടെ ഭൂമിയിലെ സകല വംശങ്ങളും, तेरे द्वारा पृथ्वी के सारे घराने। ഓ റബാന ഹത്തൂനി ഖാമാന ശതന. ഹല്ലേലൂയ. हालेलुया। ഇന്ന് പാൽക്കാലം നിന്റെ മേലുള്ള ദൂത് ചെറുതല്ല കേട്ടോ. आज सुबह जो आपको वायदा मिला है वो छोटा नहीं है। ഹല്ലേലൂയ. हालेलुया। ചെറുതല്ല. वो छोटा नहीं है, It's the best and the biggest one. सबसे बड़ा और सबसे अच्छा, And is the greatest one. सबसे बड़ा है वायदा। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഇതിനപ്പുറം ദൂത് കേൾക്കാതിരിക്കല്ലേ നീ. इससे बड़ा वचन सुनने की इंतजार में मत रहना। ഇനി നീ ദൂത് പറയുന്നവനാകും. अब से तुम खुद वचन बताने वाले बनोगे। മനസ്സിലാക്കുന്നവർ കരങ്ങളെ തട്ടി ഇന്ന് പാൽക്കാലം ദൂത് ഏറ്റെടുത്താട്ടെ. कितने लोग ताली बजाकर इस वचन को स्वीकार ഇനി करेंगे? നീ ദൂത് കേൾക്കുന്നവനല്ല, अब से तू वाणी को सुनेगा नहीं, ഇനി ദൂത് तू പറയുന്നവനായി മാറും. वाणी को बताने वाला You're होगा। going to prophesy. तू भविष्यवाणी You're करेगा। going to prophesy. तू भविष्यवाणी You're going करेगा। to prophesy. तू भविष्यवाणी करेगा। You're going to prophesy. तू भविष्यवाणी करेगा। Hallelujah. हालेलुया। Amen. आमेन। നിന്നെ വിളിച്ചത് आपको बुलाया, നിനക്ക് നിനക്ക് അനുഗ്രഹം തന്നിട്ടാ വിളിച്ചത്. आपको आशीष देकर बुलाया है, വാഗ്ദത്തങ്ങൾ ദൂത് തന്നിട്ടാ വിളിച്ചത്. वायदे वचन देकर बुलाया है। ഇനി നീ ചെയ്യേണ്ടത് अब आपको क्या करना है? എന്താണെന്നറിയോ? क्या करना है? ഉണങ്ങിയ അസ്ഥികളോടും सूखी हड्डियों में। മനസ്സിലാകുന്നു. समझ में आ रही है? നിന്നെ വിളിച്ചത് आपको क्यों बुलाया है? ഉണങ്ങിയ അസ്ഥികളോട് सूखी हड्डियों से ദൂത് പറയാനാ. भविष्यवाणी करने, ദൂത് പറയാനാ. भविष्यवाणी करने, ദൂത് പറയാനാ. उसको वचन बताने, ദൂത് പറയാനാ. उसको वचन बताने। സാധ്യത ഇല്ലാത്തടത്ത് जहां पर कोई संभावना नहीं, അവിടെ സാധ്യത വെളിപ്പെടുത്താനാ. वहां पर उसको संभव करने। പ്രത്യാശ ഇല്ലാത്തടത്ത് जहां पर आशा नहीं, ഓ പ്രത്യാശ വെളിപ്പെടുത്താനാ. वहां आशा प्रकट करने। ആശ്വാസം ഇല്ലാത്തടത്ത് जहां पर सांत्वना नहीं, ആശ്വാസം വെളിപ്പെടുത്താനാ. वहां सांत्वना देने। മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? कितने लोग समझ रहे हैं? ഇത് പാൽക്കാലം നിന്റെ മേലുള്ളത് വലുതാ. आज सुबह आप पर उसका वायदा बड़ा है। ആമേൻ. आमेन। അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി ചലിച്ചു തുടങ്ങിയാൽ इसको समझकर एक बार कार्य शुरू कर दें, നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറും. तो आपका जीवन खुद एक चमत्कार हो जाएगा। ഹല്ലേലൂയ. हालेलुया। എത്രയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്? कितने लोग समझ रहे हैं? ഇന്ന് വന്നത് വെറുതെ അല്ല കേട്ടോ. आज आप यूं ही नहीं आए, ഇന്നത്തെ മെസ്സേജ് വെറുതെ അല്ല കേട്ടോ. आज ये वचन यूं ही नहीं निकल रहा। നിന്റെ തലമുറയുടെ ചരിത്രം മാറ്റുന്ന ദിവസമാണ്. आपकी पीढ़ियों का इतिहास बदलने वाला ചിലരുടെ दिन। അതിരുകൾ വിസ്താരപ്പെടുകയാണ്. आपकी सीमाओं के बढ़ने का समय। ചില ബൗണ്ടറീസ് പൊട്ടുകയാണ്. आपकी सीमाएं टूट रही हैं, ബന്ധനങ്ങൾ പൊട്ടുകയാണ്. आपके बंधन टूट रहे हैं, ഓ ഇപ്പോൾ പൊട്ടിയ. अभी टूट रहे हैं। ഹല്ലേലൂയ. हालेलुया। ഇത് പാൽക്കാലം നിന്നെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല. आपको कोई भी दबा न पाएगा। നീ രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാവാനുള്ള. तू कई देशों के लिए आशीष बनेगा। ഹല്ലേലൂയ. हालेलुया। രാജ്യങ്ങൾക്ക് ഒരു कई അനുഗ്രഹമാകാനുള്ള. देशों की तू आशीष बनेगा। നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. आपको कोई दबा न पाएगा। നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ദൈവിക വാഗ്ദത്തത്തിൽ നീ ചലിക്കണം. हमको एक बात समझनी है, हमें परमेश्वर के वायदे में चलना है। ആമേൻ. आमेन। ഈ വാഗ്ദത്തത്തിൽ ഉറപ്പിൽ നീ ചലിക്കണം. आप वायदे की निश्चितता में चले। നീ വാഗ്ദത്തത്തിൽ ഉറപ്പിൽ നീ ചലിച്ചാൽ वायदे के निश्चय में यदि आप चलना शुरू करें,
നീ വെള്ളത്തിൽ മീതെ കൂടെ നടക്കും. तो आप पानी के ऊपर चलेंगे, നീ പ്രശ്നത്തിൽ മീതെ കൂടെ നീ आप നടക്കും. समस्याओं के ऊपर चलेंगे. ഹല്ലേലൂയ. हालेलुया. അബദ്ധത്തിൽ നീ മുങ്ങിയാലും गलती से यदि डूब भी गए, നിന്നെ മുങ്ങാൻ ദൈവം വിടത്തില്ല. तुझे डूबने की अनुमति वो नहीं देगा. മുങ്ങാൻ വിടത്തില്ല. वो तुझे डूबने नहीं देगा. നിന്നെ മുങ്ങാൻ വിടത്തില്ല. डूबने नहीं देगा. അവൻ നിനക്ക് വേണ്ടി കരത്തിട്ടോ. वो तेरे लिए हाथ बढ़ा कर रहेगा. ഇന്ന് പോലെ അവന്റെ കരത്തിലേക്കൊന്ന് നോക്കാം. उसके हाथ की ओर देखिए. അവന്റെ കരം നിനക്ക് വേണ്ടി നീട്ടിയിരിക്കുകയാണ്. उसने अपना हाथ बढ़ा रखा है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. പത്രോസ് ദൈവത്തെ യേശുവിനെ കണ്ടിറങ്ങിയതാ. पतरस यीशु को देखकर निकला था. ഹല്ലേലൂയ. हालेलुया. മനസ്സിലായില്ലേ? കണ്ടിറങ്ങിയതാ. അനുറപ്പുണ്ടായിരുന്ന വെള്ളത്തിൽ മീതെ കൂടെ നടക്കും. और वो वहां पे उस पानी के ऊपर वो चला. ഹല്ലേലൂയ. വെള്ളത്തിൽ മീതെ കൂടെ നടന്നു. वो पानी के ऊपर चला. അപ്പോഴാ അവന്റെ ചിന്ത കുറച്ചൊന്ന് മാറി. तब उसका विचार थोड़ा सा भटक गया. വിട്ടതിനെ ഒന്ന് നോക്കി. जहां छोड़कर आया था थोड़ा देखा. എന്താ വിട്ടത്? क्या क्या छोड़ा था? കടലിന്റെ ഭയം, समुद्र का डर, കാറ്റിന്റെ ഭയം, हवा का डर, ജീവന്റെ ഭയം. जिंदगी का डर. മനസ്സിലായില്ല? समझ में नहीं आई. ആമേൻ. आमेन. നേരത്തെ മരണത്തെ പേടിച്ചു. मृत्यु से डरता था. ഇവിടെ നമ്മളെ ഈ പ്രാർത്ഥിക്കാൻ വരുന്നവർ പറയും മരണത്തെ കണ്ട് എന്ന് പറഞ്ഞ ചിലര് പാസ്റ്ററെ ഉറക്കത്തിൽ ഒരു എരുമ വരുന്നത് കണ്ടോ? और कई लोग यूं बताते, जब मृत्यु की जब बात आती है तो बोलते हैं पाजी सपने में मैंने एक भैंस को आते हुए देखा था. മനസ്സിലായില്ലേ? സമരം ഒരു കാലം വരുന്നു. मैंने यमराज को आते हुए देखा. അപ്പൊ ഈ 12 പേര് ഇത് കണ്ടു കേട്ടോ. 12 लोगों ने देखा था. അതുകൊണ്ട് യേശു വെള്ളത്തിൽ കൂടെ നടന്നു വരുമ്പോൾ ഭൂതം വരുന്നു എന്ന് വിളിച്ചു इसीलिए പേടിച്ചു. तो यीशु पानी पर चलकर आया तो उन्होंने बोला भूत. മനസ്സിലായില്ലേ? समझ में नहीं അവര് आया. മനസ്സിലായി ഇനി തീർന്നു. उनको पता चल गया आज हमारा अध्याय खत्म. യമരാജ് വരുന്നത് നമ്മളെ ഇപ്പം കണ്ടു. और वो यमराज आ रहा बैल पर ठाकर लेकर जाएगा. അങ്ങനെ ഇരുന്നപ്പോ യേശുവിന്റെ ശബ്ദം കേട്ടത്. तब सुनाई पड़ा यीशु का शब्द. അപ്പോഴാ മനസ്സിലായി യേശുവാണെന്ന്. तब पता चला ये यीशु है. അതിന്റെ അർത്ഥം ഇവർ മരണത്തെ പേടിച്ചുകൊണ്ടിരുന്നു. इसका मतलब उनको मौत का डर था. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ പത്രോസ് ദാ വെള്ളത്തിൽ മീതെ കൂടെ നടക്കുന്ന ഏതിനെയെല്ലാം ജയിച്ചുകൊണ്ടാ? तो जब पतरस पानी पे चल रहा है तो किस किस पर जय पाई? മരണത്തിന്റെ ഭയത്തെ ജയിച്ചു. मृत्यु के डर पर जय पाई. ആമേൻ. आमेन. പിറ്റേ ദിവസം കൊല്ലാൻ വേണ്ടി ജയിലിൽ കിടക്കും അവൻ സുഖമായിട്ട് കിടന്ന് ഉറക്കുക. अरे देखिए अगले दिन मारने के लिए तैयार पड़ा, पिछले दिन खर्राटे मारकर सो रहा है. ഹല്ലേലൂയ. हालेलुया. അവൻ ഇടയ്ക്ക് ഭയപ്പെട്ട കേസുകളുണ്ട്. बीच बीच में डरने की कई घटनाएं हुई. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ കൂടുതലും മരണത്തെ ഭയപ്പെടാത്ത ഒരു പത്രോസിനെ ഞാൻ കാണുന്നത്. लेकिन मैं अधिकतर मृत्यु से नहीं डरने वाले पतरस को देखता हूं. ഇന്ന് പകൽക്കാലം നീ മരണത്തെ ഭയപ്പെടരുത്. आज आप भी मौत से कतई न डरना. മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? कितने लोग समझ रहे ഇന്ന് हैं? പകൽക്കാലം നീ അതിന് ജയിക്കാമെങ്കിൽ आज यदि उस पर जय पाले നീ അത്ഭുതത്തിൽ കൂടെ നടക്കും. तो आप चमत्कार के ऊपर चलोगे. ആമേൻ. आमेन. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ സ്റ്റാൻലി ബ്രദർ 15 ദിവസം ജയിലിൽ കിടന്നു. हमारे स्टैनली भाई हैं 15 दिन जेल में थे. അല്ലേ? ദൈവത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഗ്രാമത്തിൽ പോയതാ. परमेश्वर की सेवकाई करने के लिए एक गांव में गए. ഹല്ലേലൂയ. हालेलुया. അവിടെ അടിയായി പ്രശ്നമായി അടി കൊണ്ട് അവസാനം ജയിലിൽ കിടന്നു. वहां पे बीच में रगड़ा झगड़ा शुरू हो गया, मार वगैरह मिली और जेल में डाल दिया. ഹല്ലേലൂയ. आमेन. ഇനി ചോദിച്ചാ പറയും എത്ര ദിവസം വേണമെങ്കിലും ജയിലിൽ अब കിടക്കാന്ന് जाकर പറയും. पूछिए तो वो बोलो कि पहले का हो गया, अब कितना भी डाल दो डल जाऊंगा. ഹല്ലേലൂയ. हालेलुया. ആമേൻ. ആമേൻ. അവിടെ കിട്ടുന്ന വലിയ മീനുകളാ. क्योंकि सब ഏറ്റവും വലിയ മീൻ അകത്ത് കിടക്കട്ടെ. वो सबसे अच्छी चीज वहां पे, सबसे बड़ी मछली उसके अंदर मिली. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായില്ലേ? പത്രോസിനോട് നീ വലിയ पतरस से भी वो बड़ी. അല്ലല്ലേ? പത്രോസിനോട് ദൈവം പറഞ്ഞ നീ മീനുകളെ പിടിക്കുന്ന അല്ല ഇനി വലിയ മനുഷ്യനെ പിടിക്കുന്നവനാക്കുന്നു പറഞ്ഞു. पतरस ने जैसे बुलाया था, अब तक तो तू मछली को पकड़ रहा है, मैं तुझे मनुष्यों को पकड़ने वाले बनाऊंगा. ഹല്ലേലൂയ. हालेलुया. അവിടെ അകത്തിടുമ്പോൾ അവിടെ കാണുന്ന പോലീസുകാരുടെ അടുത്ത് സുവിശേഷം പറയുക. और वहां पे जैसे ही अंदर डाला तो जो पुलिस अधिकारी जो सामने आ रहा सबको सुसमाचार ले കൂടെ दनादन. കിടക്കുന്ന ജയിൽ പുള്ളികളുടെ അടുത്ത് സുവിശേഷം പറയുക. कैदी पड़े हुए उनको भी सुसमाचार दे दनादन. അയ്യോ ഇത്ര നല്ലൊരു ചെറുക്ക ഏത് കേസിൽ അകത്താക്കിയത്? अरे यार इतना रूपवान हट्टा कट्टा भैया किस मामले में फंसा है?
അത് യേശുവിനെ കുറിച്ച് പറഞ്ഞതുണ്ട്. यीशु के बारे में जैसे बोला था, അയ്യോ നല്ല ആരോഗ്യമുണ്ടല്ലോ, വേറെ ജോലിയൊന്നും ചെയ്തു ജീവിച്ചൂടെ? अरे इतना हट्टा कट्टा यार, कोई नौकरी चाकरी कर कर जी लेते तो अच्छा होता। അപ്പൊ ഞാൻ പറയാം എന്തുകൊണ്ടാ പറയാൻ तब പോകുന്നത്. बताते, इधर आओ मैं बताता हूँ कि मैं अंदर क्यों आया हूँ। ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വന്തം സാക്ഷി പറയുമ്പോൾ യേശുവിനെ അറിയും. वहां पर वो गवाही बताते, उनको सुसमाचार बताते, वो यीशु को जानते। ഹല്ലേലൂയ. हालेलुया। പിശാചിന് മനസ്സിലായി ഇനി ഒരു ദിവസം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാവും. और वहां पे शैतान को पता चल गया कि एक दिन और ज्यादा रखा तो और सिर दर्द बन जाएगा। അങ്ങനെ പുറത്തിറക്കി വിട്ടു. ऐसे बाहर निकाल दिया। ഹല്ലേലൂയ. हालेलुया। ആമേൻ. आमेन। പിശാചിന് ഭയമാണ്. शैतान को डर लगता, അവനെ ഭയപ്പെടുത്തരുത്. Sorry, അവൻ നിന്നെ ഭയപ്പെടുത്തരുത്. वो तुझे न डराए, നീ അവനെ ഭയപ്പെടുത്തണം. आप उसे डराए। മനസ്സിലാകുന്നുണ്ടോ? समझ में आ रही है? ഓ മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? कितने लोग समझ रहे हैं मेरी बात? പിശാച് ചങ്ങല പിടിച്ചോണ്ട് നിൽക്കുന്നത് നീ കാണരുത്. तू शैतान को जंजीर पकड़कर खड़े हुए मत देखना। നീ പിശാചിനെ ഖണ്ഡിക്കാൻ ചങ്ങല കൊണ്ട് നിൽക്കുന്നത് അവൻ കാണണം. तू ये देखना कि उसको बांधने के लिए जंजीर तू ले जा रहा है। ഹല്ലേലൂയ. हालेलुया। എത്രക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में आ रही है? ഹല്ലേലൂയ. हालेलुया। ഞങ്ങള് ഹരിയാനയിലെ രാജ്മോഹൻ പാസ്റ്ററും ഞാനും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. हरियाणा में राजमोहन पास्टर और मैं, हम सेवकाई कर रहे थे। ഹല്ലേലൂയ. ഞാനുണ്ടായിരുന്നു, ഞാൻ ശുശ്രൂഷിക്കായിരുന്നു, രാജ്മോഹൻ പാസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നു. मैं सेवकाई कर रहा था, राजमोहन पास्टर अनुवाद कर रहे थे। ഹല്ലേലൂയ. അത് രാത്രി കുറെ നമ്മുടെ ഒരു സ്കൂൾ ക്യാമ്പസിന്റെ അകത്തായിരുന്നു. वो एक विद्यालय का परिसर था, उसके अंदर मीटिंग हो रही थी। ഹല്ലേലൂയ. ക്യാമ്പസിന്റെ ഗേറ്റും പൂട്ടിയിട്ട് എല്ലാ നമ്മുടെ സുവിശേഷ വിരോധികൾ അകത്ത് കയറി വന്നു. तो वहां पे एक बहुत बड़ा सुसमाचार विरोधियों का दल आया, दरवाजा बंद किया और अंदर आ गए। അയാളെ ടീമിനെ അടിച്ചു. हमारे पूरे दल वालों को अच्छे से धोया। ഹല്ലേലൂയ. हालेलुया। അവസാനം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെ ജയിലിലായിരുന്നു और രാത്രി. अंत में एक रात हम पुलिस थाने में बंद थे। ഹല്ലേലൂയ. हालेलुया। രാത്രി മുഴുവനും ഞങ്ങള് ദൈവത്തെ ആരാധിച്ചു. रात पूरी हमने उसकी आराधना की। ഹല്ലേലൂയ. हालेलुया। ഞങ്ങൾ രാത്രി ഒരു 1 മണി 2 മണിയായപ്പോൾ പോലീസുകാരൻ വന്ന് आपको नींद नहीं आ रही है क्या? रात को करीब 1-2 बजे आकर हमसे पूछा, നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ? ഹല്ലേലൂയ. हालेलुया। हमने बोला हमको ऐसे पहली बार मिला है അവസർ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യമായി കിട്ടിയ അവസരമാണെന്ന്. പറഞ്ഞ ജയിലിൽ ആരാധിക്കാൻ കിട്ടിയ അവസരം വിട്ടുകൊടുക്കണോ? जेल में मिलने का आराधना का मौका खो कैसे सकते हैं? മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? कितने लोग समझ पा रहे हैं? ഹഥന ഹഥന രാന്ധുന മന. ഹല്ലേലൂയ. हालेलुया। ഞങ്ങള് സുഖമായിട്ട് ആരാധിച്ചു. हमने बड़े आराम से आराधना करी। ആമേൻ. आमेन। ആരാധിച്ചുകൊണ്ട് നിന്നപ്പോൾ നമ്മുടെ കൂടെ കിടന്ന് നമുക്ക് ടീമിന്റെ പോലീസ് പറഞ്ഞു ഇവർക്ക് ഫുഡ് വല്ലതും വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വന്ന 2 സഹോദരന്മാരെ വിട്ടു. और जब हम आराधना कर रहे थे तो हमारे साथ में एक पुलिस वाले भी थे, उन्होंने कहा कि इनके लिए भोजन व्यवस्था करनी है, तो 2 भाइयों को उसके लिए भेजा। ഹല്ലേലൂയ. അവര് പുറത്തായിരുന്നു, അവര് ജയിലിനകത്തല്ല. वो अंदर नहीं थे, सलाखों के पीछे नहीं थे, അവര് वो നമ്മളെ बाहर थे। അകത്തായി കഴിഞ്ഞ് വന്നോ. वो हमको मिलने के लिए आए थे। ഹല്ലേലൂയ. हालेलुया। ഇവര് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഭയങ്കര ആരാധന. जब वो भोजन खरीद कर आए तो उन्होंने देखा अंदर भयंकर आराधना हो ഒരു रही है। സഹോദരൻ പുറത്തു നിന്ന് കരയുകയാണ്. तो एक भाई बाहर खड़े होकर रोने लगा। എന്തിനാണെന്നറിയോ? पता है क्यों? ഈ തീക്കകത്തോട്ടൊന്ന് കേറാൻ. तो वो बोल रहा है कि मैं इसके अंदर आना चाहता हूँ। മനസ്സിലായില്ലേ? समझ में नहीं आई। നിന്ന് കരയുകയാണ്. वो खड़ा होकर रो रहा है, അല്ല എനിക്ക് അകത്ത് വരണം, मेरे को भी सलाखों के पीछे आना है, എനിക്ക് ജയിലിനകത്ത് കയറണം. मेरे को जेल में आना है। നിന്ന് കരയുക. खड़ा रो रहा है। ഹല്ലേലൂയ. हालेलुया। ഇവിടെ പോലീസ് ഞാനും പാസ്റ്ററൊന്നും കഴിച്ചില്ല, പക്ഷെ ബാക്കി ടീമിലുള്ളവർ കഴിച്ചോട്ട് ഇരിക്കുകയായിരുന്നു. ആ കഴിച്ച് തീരുന്നത് വരെ ആ സഹോദരനെ ഗേറ്റ് തുറന്ന് അകത്ത് ഗേറ്റ് ലോക്ക് ചെയ്തു. और हम सबने खाना खाया, मैंने और राजमोहन पास्टर ने नहीं खाया। तो जब तक हम खाना पूरा नहीं कर रहे किए तब तक वो दोनों भाई अंदर थे, उन्होंने दरवाजा बंद करके उनको अंदर रखा। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? कितने लोगों को मेरी बात समझ में आ रही है? ഈ ആത്മസന്തോഷം കൊണ്ട് ആനന്ദിക്കാൻ, इस आत्मा की खुशी में उसकी आराधना करने का, അത് ലോകം തരുന്ന സമാധാനമല്ല, ये एक शांति दुनिया के समान नहीं जो हमें അത് मिल सके। ജയിലിലും യോസേഫ് അനുഭവിച്ച ശാന്തിയാണ്. और वो उस यूसुफ के द्वारा पाई गई शांति के समान है। മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? कितने लोग समझ पा रहे हैं? നിന്റെ മേലുള്ള വാഗ്ദത്തം വെളിപ്പെടാൻ പോകുന്ന ഒരു സമാധാനം, आपके ऊपर वायदे को प्रकट करने वाली शांति, നിന്റെ മേലുള്ള വാഗ്ദത്തം പുറത്തു വരുന്ന സമാധാനം,
സമാധാനം. आपके अंदर के वायदे को बाहर निकालने वाली शांति. ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग इस बात को समझ रहे हैं? ഹല്ലേലൂയ. हालेलुया. നിന്റെ വാഗ്ദത്തം വലുതാണെങ്കിൽ നീ ആയിരിക്കുന്ന പ്രശ്നം വലുതല്ല. आपका वायदा वो बड़ा है तो आपकी समस्या छोटी ही होगी. നിന്റെ വാഗ്ദത്തത്തിൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, यदि आपको अपने वायदे में निश्चय है നീ ആയിരിക്കുന്ന സാഹചര്യം നിന്നെ ഒതുക്കത്തില്ല. तो आपकी आज की परिस्थिति तुमको दबा न पाएगी. ഓ, നീ ആയിരിക്കുന്ന മണ്ഡലം നിന്നെ ഒതുക്കത്തില്ല. आपका आज का क्षेत्र तुम्हें दबा न पाएगा. ഒറ്റ കിണറുകൾ തീർന്നു പോകത്തില്ല. तू उस अंधे कूप में मरेगा നീ नहीं. പോത്തിഫറിന്റെ ഭവനത്തിൽ ഒതുങ്ങത്തില്ല. तू पोतीफर के घर में मरेगा नहीं. നീ ജയിലിൽ ഒതുങ്ങത്തില്ല. तू कैद खाने में मरेगा നീ नहीं. പാനപാത്ര വാകേന്റെ കീഴിൽ ഒതുങ്ങത്തില്ല. तू पिलाने वाले के हाथों तले मरेगा नहीं. നീ രാജ്യങ്ങൾക്കും വംശങ്ങൾക്കും അനുഗ്രഹമായി തീരും. तू पूरे देश के लिए वंश के लिए आशीष बनेगा. ആമേൻ. आमीन. അവന്റെ മേലുള്ള വാഗ്ദത്തം അവന്റെ മുമ്പ് വന്ന് അപ്പനും സഹോദരങ്ങൾ മാത്രം തലകുലിക്കുന്നതാ. उसको वायदा क्या मिला? केवल उसके माता पिता और भाई झुकेंगे. ആമേൻ. आमीन. അവൻ വാഗ്ദത്തത്തിലേക്ക് മുറുകെ പിടിച്ചപ്പോ उस वायदे को जब उसने कसकर पकड़ लिया, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അവന്റെ മേൽ വന്നിറങ്ങി. अब्राहम का वायदा उस पर आ गया. മനസ്സിലാകുന്നുണ്ടോ? कितने लोग समझ रहे हैं? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ पा ഞാൻ रहे हैं? പറഞ്ഞു, അവൻ സ്വപ്നത്തിൽ കണ്ട വാഗ്ദത്തം ചെറുതാ. उसने सपने में वायदा छोटा देखा था. അവൻ സ്വപ്നത്തിൽ കണ്ടത് उसने जो सपने में देखा, അവന്റെ കുടുംബത്തിൽ അവൻ വലിയവനാകുന്നത്. केवल परिवार में वो बड़ा हो रहा है. ഹല്ലേലൂയ. हालेलुया. അവൻ അവിടെ ഒതുങ്ങിയില്ല. वो वहां पर दबा नहीं रहा. അവൻ അബ്രഹാമിന് കൊടുത്ത अब्राहम को मिला गया വാഗ്ദത്തം അവന്റെ ജീവിതത്തിൽ നിറവേറിയെങ്കിൽ, वायदा यदि उसके जीवन में पूरा हो सकता നീ है, ഇന്ന് കേട്ട ദൂതിൽ നീ ഒതുങ്ങത്തില്ല. तो आज सुने वाले वचन में तुम दबोगे नहीं. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിലേക്ക് നിന്റെ വാഗ്ദത്തം പുറത്തു. वायदे के अब्राहम के वायदे को आप अपना बना सकते हो. हालेलुया. ഹല്ലേലൂയ. हालेलुया. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ रहे हैं? ആമേൻ. आमीन. അല്ലേ? യോസേഫിന് കൊടുത്ത ദൂത് എന്താ? यूसुफ को क्या वायदा मिला था? നിന്റെ സഹോദരനെക്കാൾ നീ വലുതാകും. कि तेरे भाइयों में तू बड़ा होगा. നിന്റെ കുടുംബത്തിൽ നിന്നെ तू വലുതവനാക്കും. तेरे परिवार में बड़ा होगा. ഇപ്പൊ ചിലവരെല്ലാം ദൂത് ഓർമ്മ വരുന്നുണ്ട്, പാസ്റ്റർമാരെ തലയിൽ വെച്ച് പറഞ്ഞത്. और कईयों को याद आ रहा है, आपके सिर पर भी पादरियों ने हाथ रखकर बोला था कुछ. അതിൽ ഒതുങ്ങണോ? उसी में दबे रहना चाहते हो? അതിൽ ഒതുങ്ങണോ? उसी में दबे रहना അതോ चाहते हो? അബ്രഹാമിന്റെ വാഗ്ദത്തം നിന്റെ മേൽ വരണോ? या उससे बढ़कर अब्राहम के वायदे को अपनाना चाहते हो? മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? कितने लोग समझ रहे हैं मेरी बात? മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? कितने लोग मेरी बात समझ रहे हैं? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में आ रही है? ഇന്ന് പകൽക്കാലം ദൈവം പറയും, അബ്രഹാമിന്റെ സന്തതിയാ നീ. आज प्रभु कहता है तू अब्राहम का बच्चा നീ है. ക്രിസ്തുവിനുള്ളവനെങ്കിൽ, तू यदि मसीह में है നീ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത അവകാശികളും. तो तू अब्राहम का वंश और प्रतिज्ञा का वारिस है. ഭാനമന ശാന്തനരബന റുസുതുനു ഹബതുന ഹബ്തുന മനഗദന. ഇത് പകൽക്കാലം നിന്റെ മേലുള്ള വാഗ്ദത്തം വലുതാ. आज आपको जो वायदा मिला वो बड़ा है. വലുതാ. बड़ा है. Is big. वो बड़ा है. ആമേൻ. आमीन. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഞാൻ പറയുക, मैं यूं कहूं, ഞാൻ പ്രസംഗങ്ങൾ കേട്ടതില്ല, ജോസഫിന്റെ സ്വപ്നം അല്ലെങ്കിൽ ജോസഫിന്റെ ഉള്ള ദൂത് അവന്റെ ജീവിതത്തിൽ നിറവേറിയെന്ന്. मैं हमेशा यही प्रचार सुना करता था कि यूसुफ का वायदा उस पर पूरा हुआ. ഞാനും പ്രസംഗിച്ചിട്ടുള്ളത് അതാ. मैंने भी अभी तक यही प्रचार किया था. ഇന്ന് പകൽക്കാലം ദൈവം ചില വാഗ്ദത്തങ്ങൾ, ചില പുതിയ റെവലേഷൻ നിനക്ക് തരിക. लेकिन आज सुबह परमेश्वर आपको कुछ नए वायदे, कुछ नए प्रकाशन दे रहा है. അവന്റെ സ്വപ്നത്തിൽ ദൈവം ഒതുക്കിയില്ല അവന്റെ ദൂതനെ. उसका सपना जो देखा उसमें दबा नहीं रहा. അവന് മേൽ അബ്രഹാമിന്റെ വാഗ്ദത്തം അവന്റെ മേൽ നിറവേറ്റി. अब्राहम का वायदा उस पर पूरा हुआ. ഇത് പകൽക്കാലം മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? आज सुबह कितने लोग समझ रहे हैं? എത്രയൊക്കെ മനസ്സിലാക്കുന്നു? कितने लोग समझ रहे हैं? ഹല്ലേലൂയ. हालेलुया. നിന്നെ ചെറുതിൽ ഒതുക്കാനല്ല. छोटे में दबाने को नहीं. ആമേൻ. आमीन. അവൻ കണ്ടത് उसने जो देखा, എന്താ കണ്ടത്? क्या देखा? അപ്പനും माता पिता, अम्मय्युम। पिता माता സഹോദരങ്ങളും വണങ്ങുന്നതാ. भाई उसके सामने दंडवत कर रहा है. പക്ഷേ രാജ്യങ്ങൾ വണങ്ങുന്നത് അവൻ കണ്ടില്ല. लेकिन उसने ये नहीं देखा था कि देश
झुक रहा है। രാജ്യങ്ങൾ വംശങ്ങൾ അവന്റെ മുമ്പിൽ കണ്ടില്ല. അവൻ देश दंडवत करते हुए उसने नहीं देखा, അവൻ കാണാത്ത കാര്യം വിശ്വസിച്ചു. नहीं देखने वाली बात पर उसने विश्वास किया। ഇന്ന് പകൽക്കാലം आज सुबह നീ കണ്ടതല്ല, आपने जो नहीं देखा, നീ ഇന്ന് വരെ കാണാത്തത്, आज तक जो नहीं देखा, ആരുടെ ഹൃദയത്തിൽ തോന്നാത്തത് उसके दिल में जो नहीं सोचा, നീ കാണാൻ പോകുകയാണ്, आज तू उसको देखेगा, അനുഭവിക്കാൻ പോകുകയാണ്. उसको तू अनुभव करेगा। മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? कितने लोग समझ पा रहे हैं? ഇത് പൽക്കാലത്തിന്റെ മേലുള്ള വാഗ്ദത്തം വലുതാ. आपका वायदा बड़ा है। നീ എവിടെയായിരിക്കുന്നു, ഏത് കുടുംബത്തിലായിരിക്കുന്നു, ഏത് അപ്പന്റെ അമ്മയുടെ മകനാണോ മകളാണോ എന്നല്ല ഇവിടുത്തെ വിഷയം. यहाँ पर परवाह नहीं कि आप कहाँ हो, कैसे हो, किस परिवार में हो, किस माता पिता के हो, ഏത് ഗ്രാമത്തിൽ ജനിച്ചെന്നല്ല, ഏത് സ്കൂളിൽ പഠിച്ചെന്നല്ല, ഏത് ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല ഇവിടെ വിഷയം. किस गांव में जन्मे हो, किस विद्यालय में पढ़े हो, किस बाइबल स्कूल में गए हो, परवाह नहीं। നിന്റെ മേലുള്ള വാഗ്ദത്തം, നിന്റെ മേലുള്ള വിളിയ നീ വലുതായി കാണണം. आपका वायदा, आपका बुलाहट आपको बड़ा करता है। മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? कितने लोग समझ रहे हैं? മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? कितने लोग समझ रहे ഇത് हैं? പൽക്കാലം ഈ കോൺഫറൻസ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ आज जब यहाँ से आप वापस जाओगे, ഈ വാഗ്ദത്തത്തെ ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം इस എഴുന്നേൽക്കാൻ. वायदे को निश्चित कर जाना, ഈ ദൂതിനെ ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം इस എഴുന്നേൽക്കാൻ. प्रभु की वाणी को निश्चित करके जाना, കാരണം നിന്റെ മേലുള്ളത് വലുതാ. क्योंकि आपके ऊपर जो है वो बड़ा है। അത് വംശങ്ങളെയും രാജ്യങ്ങളെയും പിടിക്കേണ്ടതാണ്, वो देशों को, वंशों को कब्जे में करने वाला है, പിടിച്ചെടുക്കേണ്ടതാണ്. उसको कब्जे में करने वाला है। ഹല്ലേലൂയ. हालेलुया। എങ്ങനെ പിടിക്കാൻ പറ്റും? कैसे उसको कब्जे में करें? ഹല്ലേലൂയ. हालेलुया। പിടിക്കണമെങ്കിൽ यदि उसको पकड़ना चाहते हो, അതിനെ പിടിച്ചു വച്ചിരിക്കുന്നവനെ तो जिसने उसको पकड़ रखा है അതിനെ ബന്ധിക്കണം. उसको आप जाकर बांधें। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ. जब तक उस बलवंत को बांध न लो। മത്തായി 12:29. मत्ती 12:29। ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ആ ആ എങ്ങനെ കഴിയും? जब तक बलवंत को बांध न ले, तब वह उसका घर लूट कैसे पाएगा? ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। അവൻ ചിലതിനെ പിടിച്ചെടുക്കണമെങ്കിൽ कईयों को यदि आप कब्जे में करना चाहते हो, പിടിച്ചു കെട്ടണം. उसको पकड़कर बांधना पड़ेगा। ആമേൻ. आमेन। അതാ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം ബന്ധനത്തെ കണ്ടുകൊണ്ടിരിക്കുക. हम पता क्या करते हैं? बंधन को खुद देखकर रो रहे हैं। ആമേൻ. आमेन। ആമേൻ. आमेन। ആമേൻ. മനസ്സിലായില്ലേ? समझ में नहीं आई? അല്ലല്ല, നമ്മൾ ബന്ധനത്തെ നോക്കി പേടിച്ച് പ്രാർത്ഥിച്ചു, പാസ്റ്ററെ ഞാൻ ബന്ധനത്തിലാണ്. हम बंधन में पड़े हैं, प्रार्थना करें हम, पादरी साहब जी हम बंधन में पड़े हैं। ആമേൻ. हमें വാഗ്ദത്തങ്ങളെ എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും? वायदों को कैसे हम अपना बना सकते ദൂതുകളെ എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും? हैं? कैसे उस वाणी को अपना बना सकते हैं? ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി आज പകരുകയാണ്. सुबह परमेश्वर आपको एक अभिषेक की शक्ति देना चाहता है। ഹാല, ഇരുട്ടിൽ കിടക്കുന്ന ഗുപ്ത നദികളെ പിടിച്ചെടുക്കുവാൻ. उस घर में पड़ी गई गुप्त धन को पकड़ने के लिए। എത്രർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ रहे हैं? ചിലതിനെ പിടിച്ചു കെട്ടുവാൻ. कुछों को पकड़कर बांधने, ഓ അതിനെ അടക്കി ഭരിക്കുന്ന ചിലതിനെ പിടിച്ചു കെട്ടുവാൻ. आपके वायदे को दबाकर रखी हुई चीज को पकड़कर बांधने, നിന്റെ ശുശ്രൂഷ ആധിപത്യം ചെലുത്തുന്ന ചില പിശാചിക മണ്ഡലത്തെ കെട്ടുവാൻ. आपके सेवकाई को बांधने वाले शैतान की चालों को ദേശത്തെ बांधने, ബാധിക്കുന്ന ആധിപത്യങ്ങളെ പിടിച്ചു കെട്ടുവാൻ. आपके क्षेत्र के अधिकार की ताकतों को बांधने। ദൈവത്തിന്റെ മേലൊരു പുതിയൊരു അഭിഷേകം, परमेश्वर आपको एक नया अभिषेक പുതിയ देता है, impartation. एक नई अदला बदली। മനസ്സിലാക്കുന്നവർ കരങ്ങളെ തട്ടി തൂതെടുത്താട്ടെ. उस परमेश्वर के वचन को स्वीकार करिए। നിന്നെ കണ്ട് ശത്രു ഭയപ്പെടാൻ പോവുകയാണ്. आपको देखकर दुश्मन डरेगा। ശത്രു ഭയപ്പെടാൻ പോവുകയാണ്. आपको देखकर दुश्मन डरेगा। ശത്രു ഭയപ്പെടാൻ പോവുകയാണ്. दुश्मन डरेगा। ഹല്ലേലൂയ. हालेलुया। നീ വാഗ്ദത്തത്തിലേക്ക് ചലിക്കുമ്പോൾ आप जब वायदे में चलना शुरू करोगे, ശത്രു ഭയപ്പെടും. शत्रु डरना शुरू करेगा। ശത്രു ഭയപ്പെടും. शत्रु डरेगा। ശത്രു ഭയപ്പെടും. दुश्मन डरेगा। അവൻ ഒതുങ്ങും. वो दब जाएगा। അവൻ ഒതുങ്ങും. वो दब जाएगा। നീ ഒതുക്കാൻ പോവുകയാണ്. तू नहीं दबेगा।
होवेगा। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया। അതിനെടുക്ക എല്ലാം എടുത്തോണ്ടിരിക്കാൻ സമയമില്ല. ये सब कुछ बताने का समय नहीं। യോശുവ 6 അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ यहोशू 6 में इस प्रकार पढ़ते हैं। ഹല്ലേലൂയ ഒറ്റുനോക്കാൻ പോയ ആ സഹോദരങ്ങളെ സഹായിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. और भेद लेने के लिए गए भाइयों को छुपने की जगह देने वाली एक स्त्री। ഹല്ലേലൂയ हालेलुया। സ്ത്രീ എന്നാ ഞാൻ പറയുന്നുള്ളൂ. मैं उसको स्त्री के नाम से ही बुलाऊंगा। ഹല്ലേലൂയ ആ ഹല്ലേലൂയ. സ്ത്രീ പറയുന്ന ഒരു വാക്കുണ്ട്. उस स्त्री ने एक शब्द कहा। ഹല്ലേലൂയ हालेलुया। നിങ്ങളെ ചെങ്കടൽ പിളർന്നും तुम लाल समुद्र फाड़ कर आए। നിങ്ങളെ ചെങ്കടൽ പിളർന്ന് യോർദാനെ വറ്റിച്ച് ദൈവം നടത്തുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ जब हमें पता चला कि लाल समुद्र को फाड़ यर्दन को विभाजित कर प्रभु तुमको लेकर आया ഈ है, ദേശത്തിലുള്ളവർ तो इस देश में रहने वालों के अंदर ഭയം ഉളവായി. एक डर उत्पन्न हो गया। മനസ്സിലായോ? समझ में आई? മനസ്സിലായോ? समझ में आ रही है? ഹല്ലേലൂയ हालेलुया। ഇവർ കാണുന്നത് വലിയ എരികോ മതിലാ. यहाँ पर ये खुद बड़ी दीवार देख रहे हैं। ഹല്ലേലൂയ हालेलुया। ഇസ്രായേൽ മക്കൾ കാണുന്ന ഒരു വലിയ എരികോ മതിലാ. इस्राएल के लोग दीवार देख रहे हैं। ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷേ ഉള്ളിൽ लेकिन दीवार के अंदर वाले എന്തുവാ? क्या देख रहे हैं? ഭയം. डर। ആരെ കുറിച്ചുള്ള ഭയം? किसके बारे में डर? ദൈവ മക്കളെ കുറിച്ചുള്ള ഭയം. परमेश्वर के लोगों से डर। ദൂതിലേക്ക് ചലിക്കുന്നവരെ കുറിച്ചുള്ള ഭയം. जहाँ पे वह वचन चलता है उनके द्वारा डर। വാഗ്ദത്തത്തിലേക്ക് ചലിക്കുന്നവരെ കുറിച്ചുള്ള ഭയം. वायदे में चलने वालों का डर। മനസ്സിലാകുന്നുണ്ടോ? कितने लोग समझ रहे हैं? ഹല്ലേലൂയ हालेलुया। ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി ഓരോ അത്ഭുതം ചെയ്യുമ്പോൾ आज जब जब परमेश्वर आपके लिए एक एक चमत्कार करेगा, ഓരോ വാഗ്ദത്തങ്ങൾ നിറവേറുമ്പോൾ जब जब एक एक वायदा पूरा होता है, ശത്രു ക്യാമ്പിൽ ഭയം ഉളവാകുകയാണ്. शत्रु की छावनी में डर उत्पन्न हो रहा ഇന്ന് है। പകൽക്കാലം നീ ശത്രു പാളയത്തിൽ ഭയം ഉളവാക്കുന്നവനായി മാറാൻ പോകുകയാണ്. आज आप शत्रु की छावनी में डर उत्पन्न करने वाले बनोगे। മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? कितने लोग उसको पा सकते हैं? ഇന്ന് പകൽക്കാലം നീ ഭയപ്പെടാനുള്ളവനല്ല. इसका मतलब तुम्हें नहीं डरना, നീ ശത്രുവിന്റെ പാളയത്തിൽ ഭയം ഉളവാക്കുന്നവനായി മാറാൻ तुम्हें പോകുകയാണ്. शत्रु की छावनी में डर भेजना है। മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? कितने लोग समझ पा रहे हैं? ഇത് പകൽക്കാലം ദൈവം നിന്നെ ഒരു അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകും. आज परमेश्वर एक ऐसा अभिषेक आपको देना चाहता है। നീ വാഗ്ദത്തത്തിലേക്ക് ചലിക്കും. वायदे की ओर आप चलेंगे। ദൂതിലേക്ക് നീ ചലിക്കും. आप अपनी वाणी की ओर, प्रभु की वाणी की ओर ഇനി चलेंगे। നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. अब वो तुम्हें दबा न पाएगा, നിന്റെ ശുശ്രൂഷയെ ഒതുക്കാൻ तुम्हारी കഴിയത്തില്ല. सेवकाई को दबा न पाएगा, നിന്റെ കുടുംബത്തെ ഒതുക്കുവാൻ आपके കഴിയത്തില്ല. परिवार को दबा न നിന്റെ पाएगा, ഭാവിയെ ഒതുക്കുവാൻ आपके കഴിയത്തില്ല. भविष्य को दबा न पाएगा, നിന്റെ ആരോഗ്യത്തെ ഒതുക്കുവാൻ आपकी കഴിയത്തില്ല. सेहत को दबा न पाएगा, നിന്റെ ആയുസ്സിനെ ഒതുക്കുവാൻ आपके കഴിയത്തില്ല. पैसे को दबा न पाएगा, നിന്റെ വാഗ്ദത്തങ്ങളെ ഒതുക്കുവാൻ आपके കഴിയത്തില്ല. वायदे को दबा न ഇത് पाएगा। പകൽക്കാലം നീ പുറത്തു വരുന്ന ദിവസമാണ്. तू अपने वायदे को लेकर बाहर निकलेगा। അനേകരുടെ വാഗ്ദത്തങ്ങളെ തുറന്നു വിടുന്ന ദിവസം. ആ, ഹാളായി कईयों മാറാൻ के പോകുകയാണ്. वायदों को खोल कर देगा, അനേകരോട് ദൂത് പറയുന്നവനായി മാറാൻ പോകുകയാണ്. कईयों को भविष्यवाणी कर कर बताएगा। അനേകരോട് അനേകരെ അനുഗ്രഹിക്കുന്നവനായി മാറാൻ പോകുകയാണ്. कई लोग आपके अनुयायी बनेंगे। മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? कितने लोग समझ रहे हैं? ഇന്ന് പകൽക്കാലം നീ ഒരു ചെറിയവനല്ല. आज सुबह समझिए आप छोटे नहीं हैं। ഞായിരിക്കുന്ന സ്ഥലം, നീ വന്ന കുടുംബം, നിന്റെ പാരമ്പര്യം, നിന്റെ അപ്പനമ്മ, ഇതൊന്നും ഇവിടെ വിഷയമേ അല്ല. जैसा हमने पहले सुना, आपका परिवार, आपकी गांव, आपका जगह, आप कहां से आए हैं, इन बातों का कोई महत्व नहीं रहता। ഇന്ന് പകൽക്കാലം ഏറ്റവും വലുത് आज सुबह सबसे बड़ा നിന്റെ പിതാവായ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാ. हमारे पिता अब्राहम को दिया गया वायदा है। ഹല്ലേലൂയ. हालेलुया। നീ ക്രിസ്തുവിനുള്ളവനെങ്കിൽ यदि आप मसीह के हैं നീ അബ്രഹാമിന്റെ സന്തതിയാ. तो आप अब्राहम की संतान हैं। അവന്റെ സകല വാഗ്ദത്തങ്ങൾക്കും അവകാശിയുമാണ്. उसके सारे वायदों के वारिस हैं। എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? कितने लोग बात को समझ रहे ഇത് हैं? മനസ്സിലായവർ जितने समझ चुके हैं ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? वे लोग कृपया खड़े हो जाएं। ആത്മാർത്ഥമായി കണ്ണുകൾ അടച്ചാട്ടെ. सच्चे दिल से अपनी आंखें बंद करके। അല്ല, ചുമ്മാ ഒരു പ്രകസനത്തിന് വേണ്ടി ഒന്നും ആകരുത്. केवल यहाँ पर दिखावे के लिए कोई कुछ न करे, കാരണം എനിക്കൊന്നും നിങ്ങളുടെ ഹൃദയത്തെ കാണാൻ പറ്റത്തില്ല. क्योंकि मैं आपके दिल को नहीं देख പക്ഷെ सकता, ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. क्योंकि
दिलों को जांचने वाला यहाँ पर आ चुका है। ഹൃദയ വിചാരങ്ങളെ അറിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. दिल के विचारों को जांचने वाला आया है। നിന്റെ ഓരോ തുടുപ്പും അറിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. आपके एक एक स्पंदन को समझने वाला आ चुका है। ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവന്റെ വാഗ്ദത്തം വലുതാ. आज उसका वायदा बड़ा है, അവന്റെ വിളി വലുതാ. उसकी बुलाहट बड़ी है। നിന്നെ വിളിച്ചവൻ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. आपको बुलाने वाला यहाँ भी आया है। അവന്റെ വാക്കുകളിലേക്ക് നിന്റെ ഹൃദയങ്ങളെ ഒന്ന് കൊടുക്കാമോ? उसके शब्दों की ओर अपने दिल को समर्पित करेंगे। ആത്മാർത്ഥമായി കണ്ണുകളൊന്ന് അടയ്ക്കാം. सच्चे दिल से अपनी आंखें बंद करके കേട്ട വചനം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറുവാൻ, ये सुना हुआ वचन आपकी जिंदगी में आशीष बन जाए। ഈ വാഗ്ദത്തങ്ങൾ എന്റെ ജീവിതത്തിൽ നിറവേറുവാൻ, ये वायदे मेरी जिंदगी में पूरे होने पाए। ഇന്നു മുതൽ വാഗ്ദത്തത്തിലേക്ക് ചലിക്കുവാൻ, आज से वायदे में चलना എന്റെ शुरू മുമ്പിൽ करने के നിൽക്കുന്ന लिए ചെങ്കടലും मेरे सामने का लाल समुद्र, ഞാൻ കാണുന്ന യോർദാനും, दिखने वाला यर्दन, എന്റെ വാഗ്ദത്ത ദേശത്തെ മറച്ചു നിൽക്കുന്ന ആ യെരിഹോ മതിലും, मेरे वायदे के देश को छुपाने वाली वो यरीहो की दीवार, ഓ മാറി പോകുന്നത് ഞാൻ കാണണം. मैं देखूंगी वो हट रहे हैं। എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ रहे हैं? ഹല്ലേലൂയ. ഞാൻ കണ്ടതിൽ ഒതുങ്ങാനല്ല, मैं जो दिखता है उसमें दबने न ഞാൻ पाऊं, കേട്ട ദൂതിൽ ഒതുങ്ങാനല്ല, मैं जो सुनता हूं उसमें दबने न पाऊं, ദൈവിക വാഗ്ദത്തത്തിലേക്ക്, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിലേക്ക് मैं ചലിക്കുവാൻ, परमेश्वर के वायदे में अब्राहम को मिले वायदे में बढ़ने पाऊं, അതിലേക്ക് ചലിക്കുവാൻ. उसकी ओर बढ़ने ഓ पाऊं। ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണം. आज सुबह हे प्रभु उसका बल मुझे दे। ഓ കാത്തിരുന്ന് പ്രാപിക്കാൻ പറഞ്ഞ അതേ ശക്തി इंतजार करने को कही गई वही शक्ति ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വന്നാൽ, आज सुबह यदि आप पर आ जाए, എവിടെ നിന്നെ ഒതുക്കിയോ, जहां तुमको दबाया എവിടെ गया, നീ ഭയപ്പെട്ടോ, जहां पर आप എവിടെ डरे, നിന്ന് പേടിച്ചോടിയോ, जहां आप डर कर भागे, എവിടെ നിന്ന് നീ ഭയപ്പെട്ട് ഓടിയോ, जहां डर कर भागे, അതേ മണ്ഡലത്തിലേക്ക്, उसी जगह पर, അതേ സ്ഥാനത്തിലേക്ക് उसी स्थान पर നീ കേറി ചെല്ലാൻ പോകുകയാണ്. तू बढ़ने पाएगा, നീ കേറി ചെല്ലാൻ तू പോകുകയാണ്. चढ़कर ऊपर आएगा। ഉറബന ഹത്തുനമന ഗദനരം തുനമന ഉറബബബബ ശാന്തുന കമന ഗദന ഉറബന ഗദനരം തുനമന ഗദന. ഇന്ന് പകൽക്കാല ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ ഒരു ചലന, आज कईयों पर वो अभिषेक उतरने पाए, ഇത് ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ ചലന. आज कईयों पर अभिषेक चलने पाए। ഇതൊരു മ്യൂസിക്കിന്റെ എഫക്റ്റിൽ വരുന്ന ഒരു ചലനമല്ല. ये केवल संगीत से निकलने वाला चलन नहीं, ഓ മ്യൂസിക്കിന്റെ ഒരു എഫക്റ്റിൽ വരുന്ന ഒരു ചലനമല്ല. एक संगीत से चलने वाला चलन नहीं, ഇത് ഉള്ളിൽ കത്തുന്ന ഒരു തീ. ये हमारे अंदर जलने वाली आग, മോശ കണ്ട തീ. उसकी आग നിന്റെ ഉള്ളിൽ കത്തുകയാണ്. ये आपके अंदर जल रही है, ഓ നിന്റെ ഉള്ളിൽ കത്തുകയാണ്. आपके अंदर जल रही അത് है, നിന്റെ ഉള്ളിൽ കത്തിയ आपके अंदर जल रही है। ചില ബന്ധനത്തെ എരിക്കുകയാണ്. वो बंधनों को जला रही ചില है, കെട്ടുകളെ എരിക്കുകയാണ്. वो कई रस्सियों को जला रही ചില है, രോഗബന്ധനത്തെ എരിക്കുക. बीमारी के बंधनों को जला रही ചില है, ശാപ കെട്ടുകളെ എരിക്കുക. शाप के बंधनों को जला रही ഇന്ന് है। പകൽക്കാലം നീ പുറത്തു വരികയാണ്. आज सुबह आप बाहर निकल रहे हैं। ഓ തീയായി മാറട്ടെ. वो आग बन जाए, ഓ ചിലതിനെ എരിക്കട്ടെ. वो कईयों को जलाने पाए, ചില ഇരുട്ടിനെ തുരത്തട്ടെ. कई अंधकारों को सफाया ചില करे, അന്ധകാരത്തെ എരിക്കട്ടെ. कई अंधकार को जलाने पाए। നമുക്ക് ദൈവസന്നിധിയിൽ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. अपने हाथों को स्वर्ग की ओर उठाएंगे। കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. अपने हाथ ऊपर की ओर उठाएं, എന്ന് പറയാമോ, ये कहेंगे, ദൈവമേ എന്നെ വാഗ്ദത്തത്തിലേക്ക് ഒന്ന് ചലിപ്പിക്കണം. हे परमेश्वर मुझे वायदे में ले चल। Want to walk towards the promise. मैं वायदे की ओर चलना चाहता हूँ, ഞാൻ വാഗ്ദത്തത്തിലേക്ക് ചലിക്കാൻ ആഗ്രഹിക്കുന്നു. मैं वायदे की ओर चलना चाहता हूँ। എന്റെ മേലുള്ള വാഗ്ദത്തത്തിലേക്ക്, मुझ पर जो वायदा मिला है, എന്റെ മേലുള്ള വാഗ്ദത്തത്തിലേക്ക്, मुझ पर जो वायदा मिला है, എന്റെ മേലുള്ള വാഗ്ദത്തത്തിലേക്ക് मुझको जो वायदा मिला, ചിലരുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുകയാണ്. कईयों के जीवन में वो प्रकट हो रहा है। ചിലര് ദർശനങ്ങൾ കാണുകയാണ്. कई लोग दर्शन देख रहे हैं, ചിലത് കാണുകയാണ്. कई लोग देख रहे हैं ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, आज तक जो नहीं देखा, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത आज तक जो नहीं सुना। ചില രാജ്യങ്ങളിലേക്ക് कुछ राज्यों में, देशों में ചിലരെ എടുത്തെറിയ ദൈവം. कईयों को प्रभु भेज रहा है।
ഉരവന ഹത്തുനവന ഗദനരം ധുനവന ഗദന റോ റബബബ ശതുനവന ഗദനരം ധുന ഉരവബബ ശേഖരം ധുനവന ഗദന. അന്യഭാഷയിൽ പ്രതികരിച്ചാട്ടെ. अन्य भाषा में बोलते हुए അന്യഭാഷയിൽ പ്രതികരിച്ചാട്ടെ. सब लोग अन्य भाषा में बोलते हुए അന്യഭാഷ പ്രാപിച്ച് അന്യഭാഷയിൽ പ്രതികരിച്ചാട്ടെ. अन्य भाषा में उससे बात करिए, उत्तर ഇന്ന് दीजिए। ചിലരുടെ നാവിൽ പ്രവചന ശബ്ദങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. कईयों के मुंह में भविष्यवाणी के शब्द उतरे हैं। ഇത് ചിലരുടെ മേൽ ദൈവ അഭിഷേകത്തിന്റെ ഒരു പകർച്ച. कईयों पर अभिषेक वो दे रहा है, ചിലരുടെ മേൽ ഒരു ഇംപാർട്ടേഷൻ ഇന്ന് പകൽക്കാലം. कईयों को वो अपना अभिषेक दे रहा है। ഇന്ന് വരെ കണ്ടാത്ത ചില മണ്ഡലങ്ങളിലേക്ക്, आज तक जहाँ तक आप पहुंच नहीं पाए, ഇന്ന് വരെ നീ ചലിക്കാത്ത മണ്ഡലത്തിലേക്ക്, आज तक जिस क्षेत्र में काम नहीं कर पाए, ഇന്ന് വരെ നീ ഭയപ്പെട്ടിരുന്ന സ്ഥാനങ്ങളിലേക്ക്, आज तक जिन जगहों से तुम डर रहे थे, ഇന്ന് വരെ കയറി ചെല്ലാൻ നീ ഭയപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് जिन जगहों में जाने से तुमको डर लगता था, നീ ചലിച്ചു തുടങ്ങാൻ പോകുകയാണ്. आज उसमें चलना शुरू നീ करोगे, ചലിച്ചു തുടങ്ങാൻ പോകുകയാണ്. उसमें चलना शुरू करोगे, ദൈവിക വാഗ്ദത്തത്തിലേക്ക്. बड़े वायदे की ओर। ഓ റബബബ ശതുനവനഗദന. കണ്ണുകൾ അടയ്ക്കാം. आंखें बंद करें, ഹൃദയങ്ങളിലേക്ക് കരങ്ങളൊന്ന് വയ്ക്കാമോ? अपने ढल കരങ്ങളിലൊന്ന് വയ്ക്കാം. अपने हाथों को अपने दिल पे रखें പകൽക്കാലം എനിക്ക് വാഗ്ദത്തത്തിലേക്ക് ചലിക്കണം കർത്താവേ. और ये कहिए, प्रभु मैं वायदे में चलना चाहता ഞാൻ हूं, ക്രിസ്തുവിനുള്ളവനാ. मैं मसीह में हूं, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാ. मैं अब्राहम की संतान I हूं, deserve the promises of Abraham. मुझे अब्राहम के वायदे चाहिए, मैं योग्य हूं, അത് ഞാൻ എന്റെ അവകാശമാണ്. वो मेरा अधिकार है, ഓ ആ അവകാശമാണ്. वो मेरा अधिकार അത് है, എന്റെ അവകാശമാണ്. वो मेरा अधिकार है। ഓ, ശത്രുവിന് അതിനെ തൊടുവാൻ അധികാരമില്ല. शत्रु उसको छू नहीं सकता। നാവ് തുറന്ന് പറഞ്ഞാട്ടെ. मुंह खोलकर कहिएगा, मुंह खोलकर പറഞ്ഞാട്ടെ. कहिए, അത് ऊंची आवाज, സംഭവിക്കുക ചിലരുടെ ജീവിതത്തിൽ. ऊंची आवाज में कहिए, जो कहोगे वही हो रहा है। ഓ രാമാന ഹതുനമന ഗദന. ഉഴിബബബ ശതുനികമന ഗദന. ചിലരുടെ മേൽ ദൂതുകൾ വെളിപ്പെടുകയാണ്. कईयों पर प्रभु की वाणी प्रकट हो रही है। ശുശ്രൂഷ ഇനി അതുപോലെ ആയിരിക്കത്തില്ല. सेवकाई में अब आप दबे नहीं रहेंगे, നിന്റെ കുടുംബജീവിതം ഇനി ഒരുപോലെ ആയിരിക്കത്തില്ല. अब आपका परिवार पहले जैसा नहीं रहेगा, പഴയതുപോലെ ആയിരിക്കത്തില്ല. परिवार पुराना जैसा नहीं रहेगा, കുഞ്ഞിന്റെ ഭാവി ഇനി അതുപോലെ ഒതുങ്ങത്തില്ല. अब आपका भविष्य पहले की तरह दबा नहीं ഓ, रहेगा, കുഞ്ഞുങ്ങളുടെ കുടുംബം ഇതുപോലെ ഇനി തകർച്ചയിലായിരിക്കത്തില്ല. अब बच्चों का परिवार ऐसे कभी नाश नहीं होगा, സഭ വളർച്ച ഇനി മുരടിച്ചിരിക്കത്തില്ല. कलीसिया की उन्नति की रुकावट अब ऐसी ही नहीं रहेगी, രാജ്യത്തിന്റെ സുവിശേഷീകരണം ഇനി ഒതുങ്ങത്തില്ല. हमारे देश के सुसमाचार को बताने का तरीका दबा नहीं रहेगा, ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല. कोई भी दबा नहीं पाएगा, നിയമങ്ങൾക്ക് ഒതുക്കാൻ കഴിയത്തില്ല. उनको कोई दबा, कानून दबा नहीं पाएगा, അധികാരികൾക്ക് ഒതുക്കാൻ കഴിയത്തില്ല. अधिकारी दबा नहीं पाएंगे, അത് അടുത്തൊരു ലെവലിലേക്ക് वो अगली ऊंचाई की ओर बढ़ेगा। കണ്ണുകൾ അടയ്ക്കാം. आंखें बंद करें, ഹല്ലേലൂയ. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? अपने आप को समर्पित कर दें, കാലം നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞാട്ടെ. सच्चे दिल से कहें, ഇവിടെ വന്നിട്ട് വെറുതെ പോകാനല്ല. यूं न हो कि हम आए और ऐसे ही चले നീ जाएं, അബ്രഹാമിന്റെ സന്തതി എന്ന് തെളിയിക്കുന്ന ദിവസമായി മാറട്ടെ. ये दिन साबित करने वाले हो कि मैं अब्राहम का बच्चा हूं, ഞാൻ അബ്രഹാമിന്റെ അവകാശങ്ങളുടെ അവകാശിയാണെന്ന്, വാഗ്ദത്തങ്ങളുടെ അവകാശികളാണെന്ന് തെളിയിക്കുന്ന ഒരു ദിവസമായി ये മാറട്ടെ. दिन साबित करे कि मैं अब्राहम के वायदे का वारिस हूं, अधिकारी हूं। ദൈവം ഇവിടെയുള്ള ഓരോരുത്തരെയും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. हे प्रभु, यहाँ पर खड़े हर एक के लिए प्रार्थना करता हूं, ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. हमारी बात सुन रहे, ध्यान से सुन रहे हर एक को आपके हाथों में देता हूं। അവരുടെ മേലുള്ള വലിയ വാഗ്ദത്വം, വലിയ വിളി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. उनको जो बड़ा वायदा मिला है, बुलाहट मिली है, उनके लिए प्रभु का അവർ धन्यवाद। കാണാത്ത കാര്യങ്ങളിലേക്കൊന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് जो अनदेखी बात में उन्होंने विश्वास किया है, निश्चित हुए हैं, ചലിക്കുവാൻ അവരെ ബലപ്പെടുത്തുക കർത്താവേ. उनमें चलने का उन्हें बल दे, അവരെ ഭയപ്പെടുത്തുന്ന, അവരെ ഉറക്കം കെടുത്തുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും उनको डराने वाली, नींद उड़ाने वाली हर समस्या को दूर का ഇന്ന് അതിൽ പുറത്തു വരാൻ, आज उनको बाहर, उससे में से वो बाहर निकले, അനേകരെ അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന अनेकों को उसमें से निकालने वाले बने, ഒരു അഭിഷേകത്താൽ ഇവരെ പുറത്തെടുക്കുന്ന एक ऐसा अभिषेक उनको देकर निकाल, അനുഗ്രഹിക്കും, ബ്ലസ് ചെയ്യും. ये उनको मैं आशीष देता हूं। ആമേൻ. आमीन। ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. आइए अपने हाथों को उठाएं। വാഗ്ദത്തം നമ്മുടെ
നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഇരു കരങ്ങളും ഉയർത്തി दोनों हाथों को स्वर्ग की ओर उठाकर धन्यवाद प्रभु, आपकी वायदों के लिए धन्यवाद. വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും വലിയതും ഉറപ്പുമുള്ള വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ മേൽ അരുളി ചെയ്ത ദൈവം, सबसे मजबूत और बड़ा वायदाओं को हमारे ऊपर बोलने वाला बोला गया परमेश्वर, उस परमेश्वर पर हम भरोसा रखते हैं. വാഗ്ദത്തം ചെയ്തവരിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. കേൾപ്പെട്ട നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ വചനം ഞങ്ങളുടെ അകത്ത് ആമേൻ ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതായി സന്ധിയും മജ്ജകളെ ആമേൻ ഭേദിച്ച് ഞങ്ങളുടെ അകത്ത് ഹൃദയത്തിൻ്റെ ആമേൻ പലകയിൽ നിന്ന് എഴുതിയ വചനങ്ങൾക്കായി നന്ദി. हृदयों के पट्टियों में लिखा गया उन वचनों के लिए हम आज दोपहर के समय धन्यवाद देते हैं. वायदाओं पर हम विश्वास करते हैं. वायदा करने वाला सिर्फ बोलने वाला नहीं है, वो पूरा करने वाला परमेश्वर है. इसके लिए हम धन्यवाद देते हैं. വാഗ്ദത്തം ചെയ്തവൻ അത് പൂർത്തീകരിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.